ഏവർക്കും +2 മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ +2 മാത്തമാറ്റിക്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും നല്ല നിലവാരമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ വർഷം മോഡൽ എക്സാമിനേഷന് ചോദിച്ചത്. ഇതേ നിലവാരത്തിലുള്ള ഇതേ ക്വസ്റ്റ്യൻ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും പബ്ലിക് എക്സാമിനേഷനും ചോദിക്കുക. സോ തീർച്ചയായും ഫുൾ മാർക്ക് വേണം എന്നുള്ള കുട്ടികൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് ഫുള്ള് പഠിക്കേണ്ടതുണ്ട്, കാര്യം മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ. തീർച്ചയായും നമ്മുടെ 13 ചാപ്റ്ററിലെയും കംപ്ലീറ്റ് പോർഷൻസ്, തിയറി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന, പ്രോബ്ലംസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് ക്ലാസ്സസ് 2024 നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആ ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ട് തന്നെ പഠിക്കുക. എന്നാൽ കുറച്ച് ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് റിവിഷൻ ക്ലാസ് കണ്ട് പഠിച്ചാലും മതിയാകും. 13 ചാപ്റ്ററിന്റെയും റിവിഷൻ ക്ലാസ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഫുൾ മാർക്ക് 100% ഉറപ്പാണ്. സിലബസിൽ പറയുന്ന ജോമെട്രിക്കൽ ആയിട്ടുള്ള ഐഡിയാസ് ഫുള്ള് ആ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നു. എന്നാൽ A+ മതി, മോർ ദാൻ A+ മതി എന്നുള്ള കുട്ടികൾക്ക് റിവിഷൻ ക്ലാസ് മതിയാകും. അതുപോലെ ആവറേജ് കുട്ടികൾക്ക് വേണ്ടി 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ എന്നൊരു സീരീസ് ചെയ്തിട്ടുണ്ട്. 40+ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ സീരീസ് പഠിച്ചാൽ. ഈ പ്ലേലിസ്റ്റുകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ 2024 ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് മാത്തമാറ്റിക്സ് മോഡൽ എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, സിമ്പിൾ ക്വസ്റ്റ്യൻ, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ, ബട്ട് അത് 4 മാർക്കിനാണ് എക്സ്പെക്ട് ചെയ്തത്. ഇവിടെ 3 മാർക്സ് ആയി റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പ്രസ് ദ മെട്രിക്സ് A = 3 2 1 0 4 -1 -2 1 3 as the sum of a symmetric and skew symmetric matrix. പബ്ലിക് എക്സാമിനേഷനും ഇത്തരത്തിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ ആദ്യം ലെറ്റ് A = ഗിവൺ മെട്രിക്സ് എഴുതുക. ദെൻ അതിന്റെ ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് അറിയാലോ, കോളം റോ ആക്കി എഴുതുക. ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ ആക്കി എഴുതുക, സെക്കൻഡ് കോളം സെക്കൻഡ് റോ ആക്കി എഴുതുക, തേർഡ് കോളം തേർഡ് റോ ആക്കി എഴുതുക. അപ്പോൾ കിട്ടുന്നതാണ് ട്രാൻസ്പോസ്, അല്ലേ? ഇന്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ് വി ഗെറ്റ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. നെക്സ്റ്റ് ലെറ്റ് P = ½ × A + A ട്രാൻസ്പോസ് എന്ന് എടുക്കുക, which is equal to ½ × A + A ട്രാൻസ്പോസ്. ഈ രണ്ട് മെട്രിക്സും തമ്മിൽ ആഡ് ചെയ്യുക. എങ്ങനെയാണ് രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുന്നത്? കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുക. 3 + 3 എന്താണ് 6, 2 + 0 2, then 1 -2 ആഡ് ചെയ്താൽ -1. സിമിലർലി 0 യും 2 ആഡ് ചെയ്താൽ 2, 4 4 8, -1 1 ആഡ് ചെയ്താൽ 0, -2 1 ആഡ് ചെയ്താൽ -1, അടുത്ത് 1 -1 ആഡ് ചെയ്താൽ 0, 3 3 ആഡ് ചെയ്താൽ 6. ക്ലിയർലി P ട്രാൻസ്പോസ് = P, അതായത് ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ അത് തന്നെ കിട്ടും. അതായത് ഫസ്റ്റ് കോളം നോക്കി നോക്ക് 6 2 -1, ഫസ്റ്റ് റോയും അതല്ലേ. സെക്കൻഡ് കോളം നോക്കി നോക്ക് 2 8 0, സെക്കൻഡ് റോയും അതല്ലേ. അതായത് ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താലും ഈ മെട്രിക്സ് തന്നെ കിട്ടും. അത്തരം മെട്രിക്സുകളെ നമ്മൾ എന്ത് പറയും? സിമെട്രിക് മെട്രിക്സ്. ഹെൻസ് P ഈസ് സിമെട്രിക് എന്ന് എഴുതാം. നെക്സ്റ്റ് ലെറ്റ് Q = ½ × A - A ട്രാൻസ്പോസ് എന്ന് അസ്യൂം ചെയ്യുക. ½ ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. കറസ്പോണ്ടിങ് എലമെന്റ്സ് 3 - 3 സബ്ട്രാക്ട് ചെയ്ത 0, 2 ൽ നിന്ന് 0 കുറച്ചാൽ 2, അടുത്ത് 1 -2 അല്ലേ, തെറ്റിക്കരുത്. അപ്പോൾ 1 + 2 3 എന്ന് കിട്ടും. കറസ്പോണ്ടിങ് എലമെന്റ് സബ്ട്രാക്ട് ചെയ്യുക. 0 ൽ നിന്ന് 2 കുറച്ചാൽ -2, 4 ൽ നിന്ന് 4 കുറച്ചാൽ 0, -1 -1 -2. സിമിലർലി -2 -1 -3, then 1 -1 1 + 1 2, 3 - 3 എന്താണ് 0. ഈ മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? മെയിൻ ഡയഗണൽ എലമെന്റ്സ് 0, ബാക്കി ഇവിടത്തെ 2 3 അതിന്റെ ഓപ്പോസിറ്റ് സൈൻ അല്ലേ ഇവിടെ തന്നെ, ഇവിടെ -2 അതിന്റെ ഓപ്പോസിറ്റ് സൈൻ. ഇങ്ങനെ വന്നാൽ ആ മെട്രിക്സിനെ നമ്മൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. അതിന്റെ കണ്ടീഷൻ, അതായത് ഒരു നിർബന്ധമില്ല, ക്ലിയർലി Q ട്രാൻസ്പോസ് = -Q, hence Q is skew symmetric. ഇത് എഴുതിയിട്ട് ക്ലിയർലി Q is skew symmetric എന്ന് എഴുതിയാൽ മതി. ഓക്കെ, നൗ P + Q = നമുക്കിപ്പോൾ കിട്ടിയ P എന്ന മെട്രിക്സും ഈ Q എന്ന മെട്രിക്സും ആഡ് ചെയ്യണം. ഇവിടെയും 1/2 ഉണ്ട്, ഇതിലും 1/2, അത് കോമൺ ആയിട്ട് എടുത്തു. എന്നിട്ട് ഈ രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുക. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുക. 6 ഉം 0 ഉം 6, 2 ഉം 2 ഉം 4, അതുപോലെ -1 ഉം 3 ഉം ആഡ് ചെയ്താൽ 2. സിമിലർലി കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുക. എന്നിട്ട് ഈ 1/2 കൊണ്ട് ഈച്ച് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുക. സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ എലമെന്റിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 3 2 1. സിമിലർലി 0 4 -1 -2 1 3. ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക. 3 2 1 0 4 -1 -2 1 3. ആ കിട്ടിയത് എന്താണ്? A ആണ്.
അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റ് എന്നാണ്. തീർച്ചയായും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടണം? എ കിട്ടണം. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? എ ഈക്വൽ ടു എന്താണ്? പി പ്ലസ് ക്യൂ, വെയർ പി ഈസ് സിമെട്രിക് ആൻഡ് ക്യൂ ഈസ് സ്ക്യൂ സിമെട്രിക്. എ എന്ന മെട്രിക്സിനെ രണ്ട് മെട്രിക്സിന്റെ സമ്മാക്കി എഴുതണം എന്ന് പറഞ്ഞു, അത് ചെയ്തു. വെയർ പി എന്തായിരിക്കണം? സിമെട്രിക്, ക്യൂ എന്താണ്? സ്ക്യൂ സിമെട്രിക്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഫൈൻഡ് സൈൻ ഇൻവേഴ്സ് -1/2. ഞാൻ പ്രോപ്പർട്ടി യൂസ് ചെയ്താണ് വാല്യൂ കണ്ടത്, അതിന്റെ ഒന്നും ആവശ്യമില്ല. കാൽക്കുലേറ്റർ എടുക്കുക, സൈൻ ഇൻവേഴ്സ് ബ്രാക്കറ്റിനകത്ത് -1/2 അടിച്ചാൽ -30 ഡിഗ്രി എന്ന് കിട്ടും. അത് തന്നെയാണ് ആൻസർ. റേഡിയൻ മെഷർ ആണെങ്കിൽ -π/6. അതുപോലെ കോസ് ഇൻവേഴ്സ് cos 7π/6. അപ്പോൾ ഇതും 7π/6. പൈ എന്ന് പറഞ്ഞാൽ 180. 180/6 എന്താണ്? 30. 30 × 7 210. കോസ് 210, കോസ് 210 കാൽക്കുലേറ്റർ അടിക്കുക, ആ വാല്യൂവിന്റെ കോസ് ഇൻവേഴ്സ് അടിക്കുക. ആൻസർ നിങ്ങൾക്ക് 5π/6 അല്ലെങ്കിൽ 180/6 30, 5 × 30 150 ഡിഗ്രി, 150 ഡിഗ്രി എന്ന് കിട്ടും. അത് എഴുതിയാലും മാർക്ക് കിട്ടും. ഞാനിവിടെ പ്രോപ്പർട്ടി യൂസ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. കോസ് ഇൻവേഴ്സ് കോസ് x = x. അങ്ങനെയാണ് ആൻസർ 5π/6 എന്ന് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ റേഞ്ച് 0 to 180 താക്കണം. അതിനുവേണ്ടിയാണ് 2π സബ്ട്രാക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഒന്നും റിസ്ക് ഇല്ല. കാര്യം മനസ്സിലാക്കിയും പഠിക്കാം. മനസ്സിലാക്കാത്തവർക്ക് കാൽക്കുലേറ്ററെ ശരണം, അത് ഉപയോഗിച്ച് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. മറ്റൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഒത്തിരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പലരും ക്വസ്റ്റ്യൻ പാട് എന്ന് പറയും, ബുദ്ധിമുട്ട് എന്ന് പറയുമെങ്കിലും അതിനകത്ത് ഒരുപാട് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2-3 ക്വസ്റ്റ്യൻ ആണ് ടഫ്. അത് ചോയ്സിൽ പോകും. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ, ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദിസ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യണം. എക്സ് ലെസ് ദാൻ 2 വരുമ്പോൾ പോളിനോമിയൽ കണ്ടിന്യൂസ് ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 2 വരുമ്പോൾ പോളിനോമിയൽ കണ്ടിന്യൂസ് ആണ്. ബട്ട് അറ്റ് എക്സ് ഈക്വൽ ടു 2 നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. കാരണം ഇതൊരു പീസ് വൈസ് ഫംഗ്ഷൻ ആണ്. ലെസ് ദാൻ 2 വരുമ്പോൾ ഒരു ഫംഗ്ഷൻ, ഗ്രേറ്റർ ദാൻ വരുമ്പോൾ മറ്റൊരു ഫംഗ്ഷൻ. അതുകൊണ്ട് 2 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ ആദ്യം 2 എന്ന് പറയുന്ന പോയിന്റിന്റെ ലിമിറ്റ് കണ്ടെത്തണം. സോ ലിമിറ്റ് കണ്ടെത്തുന്നതിന് വേണ്ടി നിങ്ങൾക്കറിയാം, ലെഫ്റ്റ് ലിമിറ്റ് കാണുക. ലിമിറ്റ് x ടെൻഡിങ് ടു 2 - f of x ഈക്വൽ ടു, ഇതിന് ലെഫ്റ്റ് ലിമിറ്റ് ഓഫ് 2 ആണ് കേട്ടോ, ഈക്വൽ ടു ലിമിറ്റ് x ടെൻഡിങ് ടു 2. ലെഫ്റ്റ് ലിമിറ്റ് വരുമ്പോൾ ലെസ് ദാൻ വരുന്ന ഫംഗ്ഷൻ, രണ്ടിനേക്കാളും ചെറിയ വാല്യൂ വരുന്ന ഫംഗ്ഷൻ എന്താണ്? x² - 1. x² - 1. എക്സിന് 2 കൊടുത്താൽ 4 - 1 എന്ത് കിട്ടി? 3. അടുത്ത റൈറ്റ് ലിമിറ്റ് x ടെൻഡിങ് ടു 2 + f of x ഈക്വൽ ടു ലിമിറ്റ് x ടെൻഡിങ് ടു 2. റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 2, രണ്ടിനേക്കാളും വലിയ വാല്യൂ വരുമ്പോൾ ഫംഗ്ഷൻ 2x - 1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2 കൊടുത്താൽ, എക്സിന് 2 കൊടുത്താൽ 4 - 1 3. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ. Therefore ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 3 എന്ന് കിട്ടി. ഉടൻ കണ്ടിന്യൂസ് എഴുതി കളയരുത്. ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. ഈ ലിമിറ്റിംഗ് വാല്യൂ f of a ക്ക് ഈക്വൽ ആയിരിക്കണം, എങ്കിലേ കണ്ടിന്യൂസ് ആവും. f of a എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത്. അപ്പൊ f of 2 എന്താണ്? f of 2 x 2 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 4 ആണ്. അപ്പോൾ f of 2 4. ലിമിറ്റിംഗ് വാല്യൂ 3, ഫംഗ്ഷന്റെ ആ പോയിന്റിലുള്ള വാല്യൂ 4. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ കണ്ടിന്യൂസ്. ഇവിടെ ഈക്വൽ ആണോ? അല്ല. Therefore f of x is not continuous at x equal to 2. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചില കുട്ടികളെങ്കിലും ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ എ തേർഡ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷൻ f of x. The figure given below is the graph of f prime x, f dash x. ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് അല്ല തന്നിട്ടുള്ളത്, ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട്, ഫൈൻഡ് ദ ഇന്റർവെൽസ് ഓൺ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ്. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷെ നമുക്ക് ആശയം അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റും. ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ്. നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആകണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കണം? പോസിറ്റീവ്. ഡിക്രീസിംഗ് ആണെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ്. ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് ആണ് അല്ലേ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട്, ഇപ്പൊ പോസിറ്റീവിലല്ലേ ഇരിക്കുന്നത്, ഇതുവരെ അല്ലേ, ഇതിന് മുകളിലോട്ട് അങ്ങോട്ട് പോസിറ്റീവ് ആണല്ലോ. അതായത് -∞ മുതൽ ഈ 1 എന്ന് പറയുന്ന പോയിന്റ് വരെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ക്ലിയർലി പറയാം, ഓപ്പൺ ഇന്റർവൽ -∞, 1 ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്. അടുത്ത് ഈ 3 മുതൽ റൈറ്റ് സൈഡിലോട്ട് ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ വീണ്ടും ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? പോസിറ്റീവ് ആണ്. അതായത് ഓപ്പൺ ഇന്റർവൽ 3, ഫംഗ്ഷൻ എന്താണ്? സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്. അടുത്ത് ഈ ഇന്റർവെല്ലോ 1 മുതൽ 3 വരെ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് പോർഷനാണ്. താഴോട്ട് എക്സ് ആക്സിന്റെ താഴോട്ട് നെഗറ്റീവ് ആണ്. അതായത് ഓപ്പൺ ഇന്റർവൽ 1, 3 ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈസ് നെഗറ്റീവ്. Therefore in this interval function is strictly decreasing എന്ന് പറയാം.
കഥ പിടികിട്ടിയോ? ഓപ്പൺ ഇന്റർവൽ -∞, 1 f dash x is positive, therefore function is strictly increasing. Open interval 3, f dash x is positive, therefore function is strictly increasing. In open interval 1, 3, f dash x is negative, therefore f of x is strictly decreasing. ആ ആൻസർ ആണ് ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. അതിന് വേറെ സ്റ്റെപ്പ് ഒന്നുമില്ല, നിങ്ങൾ കാര്യം മനസ്സിലാക്കുക എന്ന് മാത്രം. ജസ്റ്റ് ആ ഇന്റർവൽസ് ഇവിടെ എഴുതുക. നെക്സ്റ്റ്, ഏതൊക്കെ പോയിന്റിലാണ് ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമ ഉള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇത് എഫ് ഡാഷ് എക്സിന്റെ ഗ്രാഫാണ്. ഈ എഫ് ഡാഷ് എക്സിന്റെ ഗ്രാഫ് എക്സ് ആക്സിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് 1ഉം 3ഉം. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റ്, അതാണ് x = 1, x = 3. ദാറ്റ് മീൻസ് ദീസ് ആർ ദ ക്രിട്ടിക്കൽ പോയിന്റ്സ്. x = 1, x = 3, ഇതാണ് ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ ഈ x = 1 എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റ് ലോക്കൽ മാക്സിമയാണോ മിനിമയാണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ വാല്യൂ എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ, എക്സിന്റെ വാല്യൂ ഇങ്ങോട്ട് അല്ലെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വരുന്നു അല്ലെ. ഈ 1 എന്ന് പറയുന്നതിന്റെ തൊട്ടടുത്ത ലെഫ്റ്റ് വാല്യൂ എടുക്കുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്, എന്നാൽ റൈറ്റ് വാല്യൂ എടുക്കുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? താഴോട്ട് നെഗറ്റീവ് ആണ്. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇതിന് നിയറസ്റ്റ് ആയിട്ട് വരുമ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോയാൽ x = 1 ഈസ് എ ലോക്കൽ മാക്സിമ. ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോയാൽ ലോക്കൽ മാക്സിമ. അപ്പോൾ 3 എന്താണ് പ്രത്യേകത? എന്താണ്? ഈ 3യുടെ തൊട്ട് നിയറസ്റ്റ് ലെഫ്റ്റ് സൈഡ് എടുത്താൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? നെഗറ്റീവ് ആണ്, എന്നാൽ റൈറ്റ് സൈഡ് പോസിറ്റീവ്. അതായത് എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോയാൽ ആ പോയിന്റ് ലോക്കൽ എന്താണ്? മിനിമ എന്ന് പറയും. സോ x = 3 ഈസ് എ ലോക്കൽ മിനിമ. x = 3 എന്ന് പറയുന്നത് ലോക്കൽ മിനിമയാണ്, x = 1 എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമയാണ്. ഓക്കെ, അത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിന്റെ ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്യാം. മാത്തമാറ്റിക്സ് ലാബ് ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ ചെയ്ത കുട്ടികൾക്ക് യാതൊരു കൺഫ്യൂഷന്റെയും ആവശ്യമില്ല. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 5. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇന്റഗ്രൽ x-1/x² - 4x - 5 രണ്ട് രീതി ചെയ്യാം. ഇന്റഗ്രൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസേഷൻ ചെയ്യണം. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ -4, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5. വാട്ട് ആർ ദ നമ്പേഴ്സ്? -5ഉം 1ഉം. അപ്പോൾ ഡിനോമിനേറ്റർ x - 5 × x+1 എന്നെഴുതാം. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി ബൈ പ്രോഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ്, അതുകൊണ്ട് എന്ത് അപ്ലൈ ചെയ്യാം? പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ആക്ച്വലി പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്യുന്നതാണ് ഈസി. ആ മെത്തേഡാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്റഗ്രൽ x-1/x² - 4x - 5 ഈക്വൽ ടു ഇന്റഗ്രൽ x-1 ഇത് ഫാക്ടറൈസേഷൻ ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ -4, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5. വാട്ട് ആർ ദ നമ്പേഴ്സ്? -5ഉം 1ഉം. സോ x - 5 × x+1. ഇനി എന്ത് ചെയ്യുക? ഈ ടേം മാത്രം എടുത്തെഴുതുക. x-1/x - 5 × x+1 ഈക്വൽ ടു a by first factor x - 5 plus b by second factor x+1. നെക്സ്റ്റ് എന്ത് ചെയ്യുക? ഈ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ടേം കൊണ്ട് ഈച്ച് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ എളുപ്പവഴിയുണ്ട്. ന്യൂമറേറ്റർ x - 1 ഈക്വൽ ടു a × this one x+1 plus b × x - 5 അങ്ങനെ എഴുതിയാൽ മതി. മേളിലിരിക്കുന്ന x - 1 ഈക്വൽ ടു a × x+1 plus b × x - 5. ആക്ച്വലി ചെയ്യുന്നത് ഈ ടേം കൊണ്ട് ഈച്ച് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടെത്തണം. അതിനുവേണ്ടി ഈ ടേം എലിമിനേറ്റ് ചെയ്യണം. ഇത് x+1, എക്സിന് -1 കൊടുത്താൽ ഇത് 0 ആവും. അപ്പോൾ എക്സിന് -1 കൊടുക്കുക, അത് കംപ്ലീറ്റ് കൊടുക്കണം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എക്സിന് -1 കൊടുത്താൽ -1 - 1 -2 ഈക്വൽ ടു ഇത് -1 കൊടുത്താൽ എന്തായി പോകും? 0. ഇവിടെ -1 കൊടുത്താൽ -1 - 5 -6b, അതായത് -2/-6 ദാറ്റ് ഈസ് 1/3, അതാണ് b. പുട്ട് x ഈക്വൽ ടു ഇത് x - 5, അപ്പോൾ എക്സിന് +5 കൊടുക്കണം, അത് കംപ്ലീറ്റ് കൊടുക്കണം. 5 - 1 4 ഈക്വൽ ടു ഇവിടെ 5 + 1 6a, ഇതെന്തായി പോകും? 0. അപ്പോൾ a ഈക്വൽ ടു 4/6 ദാറ്റ് ഈസ് എന്താണ്? 2/3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക. ഇന്റഗ്രൽ x - 1/x² - 4x - 5 dx ഈക്വൽ ടു ഇന്റഗ്രൽ. ഈ സംഗതി എന്ന് പറഞ്ഞാൽ ഈ സംഗതിയാണ്. ഈ സംഗതിയിൽ ഈ അകത്തിരിക്കുന്ന സംഗതി എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. a/x - 5. a എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 2/3/x - 5 പ്ലസ് b/x+1. കണ്ടോ? b/x+1. b എന്താണ്? 1/3/x+1 dx. ഇപ്പൊ പ്രോഡക്റ്റ് ആയിരുന്നത് സം ഓഫ് ഫാക്ടേഴ്സ് ആക്കി മാറ്റിക്കഴിഞ്ഞു, അതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ. നെക്സ്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യണം. 2/3 മാറ്റി വയ്ക്കുക. ഇത് 1/x. ഇന്റഗ്രൽ 1/x എന്താണ്? log mod x. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് log മോഡുലസ് ഓഫ് x - 5 പ്ലസ് 1/3 മാറ്റി വയ്ക്കുക. 1/x+1 ഇന്റഗ്രൽ എന്താണ്? log mod x+1.
അല്ലെ 1/x log x, ഇത് x എന്ന് അസ്യൂം ചെയ്താൽ മതി. ലോഗ് മോഡ് x പ്ലസ് 1 പ്ലസ് എന്താണ് c. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ പല കുട്ടികൾക്കും ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ ആണെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല, അതാണ് പ്രശ്നം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇഫ് a 1,5,3 b 4,5,7 b 2 points, then find vector ab. വെക്ടർ എ ബി കാണുന്ന ഫോർമുല എന്താണ്? OB മൈനസ് OA. അത് കാണാൻ എളുപ്പ വഴിയുണ്ട്. ഈ ബിയുടെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് എയുമായിട്ട് സബ്ട്രാക്ട് ചെയ്യുക. 4ൽ നിന്ന് 1 കുറച്ചാൽ 3, അപ്പോൾ ആൻസർ 3 ആയി. അടുത്ത് 5 മൈനസ് 5 0, അപ്പോൾ 0j. അടുത്ത് 7 മൈനസ് 3 4, അപ്പോൾ പ്ലസ് 4k എന്ന് എഴുതാം. ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3i പ്ലസ് 0j പ്ലസ് 4k. പിടിയിട്ടായിരുന്നോ? വെക്ടർ എ ബി എങ്ങനെയാണ് എഴുതുന്നത്? 4 മൈനസ് 1 3 എന്നിട്ട് ഐ കൊടുക്കുക. അടുത്ത് 5 മൈനസ് 5 0 എന്നിട്ട് ജെ കൊടുക്കുക. പ്ലസ് 7 മൈനസ് 3 4 എന്നിട്ട് കെ കൊടുക്കുക. സബ്ട്രാക്ട് ചെയ്തിട്ട് ഐ ജെ കെ കൊടുത്ത് എഴുതുക. അപ്പോൾ വെക്ടർ എ ബി കിട്ടി. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ബി കണ്ടെത്തണം. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ ബി കാണുന്ന ഫോർമുല വെക്ടർ എ ബി ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ആൻസർ എന്താണ്? വെക്ടർ എ ബി തൊട്ട് മേളിൽ കണ്ടെത്തി വെച്ചു 3i പ്ലസ് 0j പ്ലസ് 4k ബൈ ഇവന്റെ മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് അറിയാലോ, റൂട്ട് ഓഫ് 3ന്റെ സ്ക്വയർ 9 പ്ലസ് 4ന്റെ സ്ക്വയർ 16 റൂട്ട് 25 എന്ന് കിട്ടും. അതാണ് 5 എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒരു എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു വെക്ടർ എ ബി? വെക്ടർ എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ഇതിൽ ഏതാണ്? നമുക്കറിയാം, രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് 0. അതായത് വെക്ടർ എ ബിയും ഇതുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടണം. ഇവിടെ ഈ വെക്ടർ നോക്കുക, ഐ ഇല്ല കെ ഇല്ല. അതായത് ഐയുടെ കോഎഫിഷ്യന്റ് 0, കെയുടെ കോഎഫിഷ്യന്റ് 0. അടുത്ത് ഇവിടെ ജെയുടെ കോഎഫിഷ്യന്റ് -5. അപ്പോൾ വെക്ടർ എ ബിയിൽ ജെയുടെ കോഎഫിഷ്യന്റ് എന്താണ്? ഇല്ല, 0. അപ്പോൾ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 കിട്ടും. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ അറിയല്ലോ. അതായത് എ ബി എന്ന് പറയുന്ന വെക്ടർ ഇതാണ്. ഇത് ഡോട്ട് -5j. അപ്പോൾ ഐ ഇല്ലാത്തതുകൊണ്ട് 0. ജെ ഇവിടെ 0, അവിടെ ജെ ഉണ്ട്. 0 × -5 0. 4 കെ അവിടെ ഇല്ലല്ലോ, 0. അപ്പോൾ മൊത്തത്തിൽ 0 കിട്ടി. Therefore ആൻസർ -5j. വെക്ടർ എ ബിയും ഇതുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടുന്നത് കൊണ്ടാണ് ഇത് രണ്ടും പെർപെൻഡിക്കുലർ എന്ന് പറയാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. മറ്റൊരു ജോമെട്രിക്കൽ ഐഡിയ ഉള്ള ക്വസ്റ്റ്യൻ. ജോമെട്രിക്കൽ ഐഡിയ അല്ല, നമുക്ക് തന്നെ ജോമെട്രിക്കൽ ഐഡിയയിൽ ഇങ്ങനെ ചെയ്യാം. ലെറ്റ് എഫ് ഫ്രം നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ഈക്വൽ ടു 1, എക്സ് ഗ്രേറ്റർ ദാൻ 1 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 1 എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് മൈനസ് 1. ഈ ഫംഗ്ഷൻ 1 1 ആണോ? അതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. നമുക്കറിയാം, എഫ് ഓഫ് 1 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 1. എഫ് ഓഫ് 2 ആകുമ്പോഴോ എക്സിന് 2 കൊടുത്ത 2 മൈനസ് 1 1, അതും 1 ആണ്. അതായത് എഫ് ഓഫ് 1 1, എഫ് ഓഫ് 2 1. ഡിസ്റ്റിങ്ക്ട് ഇമേജസ് അല്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1 1 അല്ല. 1 1 അല്ല എങ്കിൽ അതിനെ എന്ത് പറയും? മെനി 1 എന്ന് പറയും. ഇനി ഈ ഫംഗ്ഷന്റെ കോഡൊമൈൻ എന്താണ്? ക്യാപിറ്റൽ N. എന്താണ് ഇതിന്റെ റേഞ്ച്? എക്സിന് നമ്മൾ ഏത് നാച്ചുറൽ നമ്പർ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താലും ഇവിടെ കിട്ടുന്നത് നാച്ചുറൽ നമ്പേഴ്സ് തന്നെ അല്ലേ? എക്സിന് നമ്മൾ ഏത് നാച്ചുറൽ നമ്പർ കൊടുത്താലും നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആണ്. ഏത് നാച്ചുറൽ നമ്പർ കൊടുത്താലും നാച്ചുറൽ നമ്പറേ കിട്ടത്തുള്ളൂ അല്ലേ? അപ്പോൾ നാച്ചുറൽ നമ്പർ അല്ലാത്ത നമ്പർ വരുന്നില്ല. അപ്പോൾ ഇതിന്റെ റേഞ്ച് നാച്ചുറൽ നമ്പർ, കോഡൊമൈനും റേഞ്ചും ഈക്വൽ. Therefore this function is onto. Answer option B. F is many 1 and എന്താണ്? onto. Next simple question. Show that the function f from real number to real number defined by f of x equal to 4x is invertible and hence write the inverse of the function. നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആകണമെങ്കിൽ അത് 1 1 ആകണം, onto ആകണം. അപ്പോൾ ആദ്യം 1 1 പ്രൂവ് ചെയ്യാൻ ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ. എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? 4x. അപ്പോൾ എഫ് ഓഫ് വൈ എന്തായിരിക്കും? 4i. 4 ക്യാൻസൽ ചെയ്താൽ എക്സ് ഈക്വൽ ടു വൈ. എവരി എലമെന്റ് ഹാസ് ഡിസ്റ്റിങ്ക്ട് ഇമേജ്. Therefore f is 1 1. അടുത്ത ഓൺ ടു പ്രൂവ് ചെയ്യാൻ ലെറ്റ് വൈ എലമെന്റ് ഓഫ് സെക്കൻഡ് സെറ്റ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് അസ്യൂം ചെയ്യുക. എഫ് ഓഫ് എക്സ് എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4x ഈക്വൽ ടു വൈ. എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? y/4. ഈ y എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പർ ആണ്. ഏത് റിയൽ നമ്പർ വൈക്ക് കൊടുത്താലും എക്സിന്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? ഒരു റിയൽ നമ്പർ തന്നെ. അതായത് രണ്ടാമത്തെ സെറ്റിലെ ഏതൊരു എലമെന്റിനും ഇപ്പുറത്ത് പ്രീ ഇമേജ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തു. Therefore f is onto. Since f is both 1 1 and onto, f is bijective. ബൈജക്റ്റീവ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇൻവെർട്ടിബിൾ ആയിരിക്കും. ഇൻവെർട്ടിബിൾ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? y/4, അതായത് x/4. സോ എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു എന്താണ്? ആൻസർ x/4 എന്ന് എഴുതാം. ഓക്കെ, ഇൻവെർട്ടിബിൾ എന്ന് പ്രൂവ് ചെയ്തിട്ട് റൈറ്റ് ദ ഇൻവേഴ്സ്. അപ്പോൾ അവിടെ എഴുതിക്കൊള്ളാം. ഞാൻ ആൻസർ കീയിൽ എഴുതിയിട്ടില്ല. എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു
എന്താണ് ആൻസർ? x/4. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. എ ഡൈ ഈസ് ത്രോൺ ട്വൈസ് and the sum of numbers appearing is observed to be 6. What is the conditional probability that the number 5 has appeared at least once? സാധാരണ കണ്ടീഷണൽ പ്രോബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് എക്സസൈസിനെ ബേസ് ചെയ്ത് വേർഡ് പ്രോബ്ലംസ് ചോദിക്കാറില്ല. ഇതൊരു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ്? എ ഡൈ ഈസ് ത്രോൺ ട്വൈസ് എങ്കിൽ സാമ്പിൾ സ്പേസ് നിങ്ങൾക്കറിയാം. 1 1 1 2 1 3 എക്സെട്ര 1 6 2 1 2 2 2 3 എക്സെട്ര 2 6 അങ്ങനെ 36 എലമെന്റ് ഉണ്ട്. ആ 36 എലമെന്റിൽ സം ഓഫ് ദ നമ്പേഴ്സ് അപ്പിയറിംഗ് ഈസ് ഒബ്സർവ്ഡ് ടു ബി 9. അത് ഏതൊക്കെ വരും? രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടുന്നത് ഏതൊക്കെ? രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടുന്ന ആരാണ്? ഫസ്റ്റ് റോ 1 6 വരെ കിട്ടത്തില്ല. സെക്കൻഡ് റോ മാക്സിമം 2 6 കിട്ടത്തില്ല. സെക്കൻഡ് റോയിൽ എന്ത് കിട്ടും? 3 6. പിന്നെ എന്താണ്? 4 5 5 4 6 3. അത് ക്യാപിറ്റൽ ബി എന്ന് കൊടുക്കുന്നു. സം ഓഫ് ദ നമ്പേഴ്സ് അപ്പിയർഡ് ടു ബി 6 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബി എന്ന ഇവന്റ് കൊടുത്തു, അത് എഴുതി. എൻ ഓഫ് ബി, ആ ഇവന്റിലെ എലമെന്റ്സിന്റെ എണ്ണം എത്രയാണ്? 4 എലമെന്റ്സ് ഉണ്ട്. 1 2 3 4. അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? മറ്റൊരു ഇവന്റ് കണ്ടീഷൻ നമ്പർ 5 ഹാസ് അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസ്. കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും നമ്പർ 5 വരുന്ന എലമെന്റ്സ് എഴുതുക. കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും 5 വരണം. അറ്റ്ലീസ്റ്റ് അല്ലേ 1 time 5 വരണം. അപ്പോൾ ഫസ്റ്റ് റോയിൽ 1 5 വരും, സെക്കൻഡ് റോയിൽ 2 5, തേർഡ് റോയിൽ 3 5, ഫോർത്ത് റോയിൽ 4 5, ഫിഫ്ത്ത് റോയിൽ 5 1 5 2 5 3 5 4 5 5 5 6. കുറഞ്ഞത് ഒരു 5 എങ്കിലുള്ള എല്ലാം എഴുതണം. സിക്സ്ത് റോയിൽ 6 5, അതായത് 11 എലമെന്റ്സ് വരും. അടുത്ത് എ ഇന്റർസെക്ഷൻ ബി കണ്ടെത്തുക. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്, ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 5 ഉള്ളത് എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ 4 5 5 4 ഈ 2 എലമെന്റ് വരും. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബിയിൽ എന്താണ്? 2. അപ്പോൾ ഇത് നമുക്ക് എന്താണ് കാണേണ്ടത്? ഫൈൻഡ് എന്താണ്? കണ്ടീഷണൽ പ്രോബിലിറ്റി ദാറ്റ് നമ്പർ 5 ഹാസ് അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസ്. ഇതിന്റെ പ്രോബിലിറ്റി ആണ് കാണേണ്ടത്. അപ്പോൾ നമ്പർ 5 ഹാസ് അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസ് എന്നുള്ളത് എ എന്നാണ് എടുത്തത് നമ്മൾ അല്ലേ. അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി. എന്തിന്റെ പ്രോബിലിറ്റി ആണോ കാണേണ്ടത് അതാണ് എ എന്ന് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് 5 occurs 1 time എന്നുള്ളത് എ എന്നെടുത്തു. അടുത്ത് കണ്ടീഷൻ ബി എന്നെടുത്തു. അപ്പോൾ നമുക്ക് കാണേണ്ടത് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി കാണുന്ന ഫോർമുല പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബിലിറ്റി ഓഫ് ബി. അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതാം: എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ എൻ ഓഫ് ബി. നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ സെയിം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം 2 ബൈ ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം 4. 2/4 എന്ത് കിട്ടും? 1/2. നമുക്ക് എന്തിന്റെ പ്രോബിലിറ്റി ആണോ കാണേണ്ടത് അത് എ എന്ന ഇവന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക. തന്നിട്ടുള്ള കണ്ടീഷൻ ബി എന്ന് ഡിഫൈൻ ചെയ്താൽ എല്ലായ്പ്പോഴും നമുക്ക് കാണേണ്ടത് എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി. അങ്ങനെ നമ്മൾ ഇവന്റ് ചൂസ് ചെയ്യണം. സോ ഇത്രയുമാണ് 3 മാർക്സ് ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും 6 ക്വസ്റ്റ്യൻ ഒരുവിധം പഠിച്ച കുട്ടികൾക്ക് ഇതിൽ നിന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിക്കും. ചിലപ്പോൾ ഒരു സബ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ മിസ്സാകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. Consider the relation R equal to 1 3 1 1 2 2 3 3 3 1 defined on a set A equal to 1 2 3. Show that R is an equivalence relation. Find the equivalence classes. അതാണ് പലരും എക്സ്പെക്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻ. അത് സിലബസിൽ ഉള്ളത് തന്നെയാണ്, പക്ഷേ സാധാരണ കോവിഡിന് ശേഷം പലരും പഠിപ്പിക്കാറില്ല, കുട്ടികൾ പഠിക്കാറുമില്ല. പക്ഷെ വളരെ സിമ്പിളാണ്. നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോവാം. ആദ്യം ഇതൊരു ഇക്വാലൻസ് റിലേഷൻ എന്ന് പ്രൂവ് ചെയ്യണം. ഡിഫൈൻഡ് ഓൺ ദിസ് സെറ്റ്. ഈ സെറ്റിലെ എല്ലാ എലമെന്റിനും അതിനോട് തന്നെ ബന്ധമുണ്ടോ എങ്കിൽ ആ റിലേഷൻ എന്താണ്? റിഫ്ലക്സീവ് ആണ്. നോക്കടാ, 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. എവരി എലമെന്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. അതുകൊണ്ട് ഈ റിലേഷൻ എന്താണ്? റിഫ്ലക്സീവ്. അപ്പൊ അതെങ്ങനെ എഴുതും? 1 1 2 2 3 3 element of R. Therefore R is reflexive. ഇനി എല്ലാ എലമെന്റിനും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ടോ? 1,3 ഉണ്ടെങ്കിൽ തിരിച്ച് 3,1 വേണം. ഉണ്ട്. അടുത്ത് 1 1 അത് സെയിം ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. 2 2 സെയിം ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. 3 3 അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. 3,1 ഉണ്ട്, തിരിച്ച് 1,3 ഉണ്ട്. എല്ലാ എലമെന്റിനും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട്. 1,3 element of R ആണെങ്കിൽ തിരിച്ച് 3,1 element of R ഉണ്ട്. എവരി എലമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട്. Therefore the relation R is symmetric. അടുത്ത ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആയാലേ ഇക്വാലൻസ് റിലേഷൻ ആകത്തുള്ളൂ. ഇപ്പോൾ ഷോ ദാറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒപ്പിക്കാം. കാരണം കുറച്ച് എക്സാമ്പിളൊക്കെ നോക്കിയിട്ട് ക്ലിയർലി ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ് എന്ന് എഴുതിയാലും മതി. എങ്ങനെയാണ് ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യുന്നത്? ആദ്യത്തെ എലമെന്റ് കൺസിഡർ ചെയ്യുക 1,3. അടുത്ത് 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു എലമെന്റ് എന്താണ്? 3,3. എന്നിട്ട് ഫസ്റ്റും ലാസ്റ്റും അതിനകത്തുണ്ടോ? 1,3 അതിനകത്തുണ്ടല്ലോ, ഉണ്ട്. അതേപോലെ എല്ലാ പോസിബിലിറ്റി ചെക്ക് ചെയ്യണം. അടുത്ത് 1,3, അടുത്ത് ലാസ്റ്റ് 3,1. 1,3യും 3,1ഉം എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ലാസ്റ്റ് 1 1 ഇതിനകത്തുണ്ടോ? ഉണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ പോസിബിലിറ്റീസും
ചെക്ക് ചെയ്യണം. അങ്ങനെ ഇവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. therefore r is transitive. show that ആണെങ്കിൽ 2 or 3 എഴുതിയിട്ട് ക്ലിയർലി r is transitive എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. since r is reflexive, symmetric and transitive, r is an equivalence relation എന്ന് പ്രൂവ് ചെയ്യാം. അല്ലെങ്കിൽ ഒന്നും അറിഞ്ഞിടാത്തൊരു ക്ലിയർലി r is reflexive, symmetric and transitive, therefore it is an equivalence relation. 2 മാർക്ക് കിട്ടും 3-ൽ. നോ പ്രോബ്ലം. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഇക്വാലൻസ് ക്ലാസസ്. ഇക്വാലൻസ് ക്ലാസസ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിലെ എലമെന്റ്സിന്റെ ഈ 3 എലമെന്റിന്റെയും ഇക്വലൻസ് ക്ലാസ് എഴുതുക. ആദ്യം 1 എന്ന് പറയുന്ന എലമെന്റിന്റെ ഇക്വലൻസ് ക്ലാസ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇട്ടിട്ട് 1. ഇത് വായിക്കേണ്ടത് ഇക്വലൻസ് ക്ലാസ് ഓഫ് 1. എന്താണ് ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഈ റിലേഷനിൽ 1 എന്ന് പറയുന്ന എലമെന്റ് ആരുമായിട്ടൊക്കെ റിലേഷൻ ഉണ്ട്? 1 ഈസ് റിലേറ്റഡ് ടു 3. അപ്പൊ 3 ഒരു എലമെന്റ് ആണ്. അടുത്ത 1 ഈസ് റിലേറ്റഡ് ടു 1 മറ്റൊരു എലമെന്റ് ആണ്. പിന്നെ 1-ന് വേറെ ആരുമായിട്ടെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ 1 ഈസ് റിലേറ്റഡ് ടു 3 ആൻഡ് 1. അത് സെറ്റിനകത്ത് എഴുതുമ്പോഴാണ് ഇക്വലൻസ് ക്ലാസ് കിട്ടുന്നത്. സോ ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് പറയുന്നത് സെറ്റ് 1,3. അടുത്ത ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 എഴുതുക. എങ്ങനെയാണ്? 2-ന് ആരുമായിട്ടാണ് ബന്ധം? 2 ഈസ് റിലേറ്റഡ് ടു 2 ഓൺലി. വേറെ ആരുമായിട്ടെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 എന്ന് പറയുന്നത് സെറ്റ് 2. ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത് ഒരു സെറ്റാണ് കേട്ടോ, തന്നിട്ടുള്ള സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും എപ്പോഴും. ഓക്കെ, അപ്പോൾ ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 സെറ്റ് 2. അടുത്ത ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3 എന്ന് പറയുന്ന എലമെന്റിന് ആരുമായിട്ടൊക്കെ ബന്ധമുണ്ട്? 3ക്ക് 3യുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ 3 എഴുതാം. 3ക്ക് 1-മായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ 1 എഴുതാം. അപ്പോൾ 1,3 ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 എന്ന് പറയുന്നത് 1,3. അപ്പോൾ തന്നിട്ടുള്ള സെറ്റിലെ ഓരോ എലമെന്റിനും ഇക്വലൻസ് ക്ലാസ് എഴുതേണ്ടതുണ്ട്. ഒരു മാർക്കേ ഉള്ളൂ, എളുപ്പമാണ്, പക്ഷേ ഐഡിയ ഉണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 10, സിമ്പിൾ ക്വസ്റ്റ്യൻ, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ, ഇക്വാളിറ്റി ഓഫ് മെട്രിസസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ഇഫ് ദിസ് മെട്രിക്സ് മൈനസ് ദിസ് മെട്രിക്സ് ഈക്വൽ ടു 2 ഇൻറ്റു ദിസ് മെട്രിക്സ്. ആദ്യം ഈ 2 മെട്രിക്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. കറസ്പോണ്ടിങ് എലമെന്റ്സ് സബ്ട്രാക്ട് ചെയ്യുക. x - 1. അടുത്ത 3 - 3 എന്താണ്? 0. അതുപോലെ -2 എന്താണ്? -4. അടുത്ത 4-ൽ നിന്ന് -2 സബ്ട്രാക്ട് ചെയ്യണേ. 4 - -2 എന്ത് കിട്ടും? 6. ആ 2 മെട്രിക്സും സബ്ട്രാക്ട് ചെയ്യുക. അതാ കറസ്പോണ്ടിങ് എലമെന്റ്സ് x - 1 ഉണ്ട്. 3-ൽ നിന്ന് 3 0, -2 -2 -4, 4 -2 6 ഈക്വൽ ടു 2 ഇൻറ്റു ദിസ് മെട്രിക്സ്. ഓരോ എലമെന്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 0 2y 6. ഈ മെട്രിക്സും ഈക്വൽ. അപ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യാം. x - 1 ഈക്വൽ ടു 2, x ഈക്വൽ ടു 3. അടുത്ത് 2y ഈക്വൽ ടു 6. അപ്പോൾ y ഈക്വൽ ടു എന്താണ്? 2y ഈക്വൽ ടു എന്തായിരുന്നു? 2y ഈക്വൽ ടു 6 അല്ല, 2y ഈക്വൽ ടു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്താണ്? -4. 2y ഈക്വൽ ടു -4. അപ്പോൾ y ഈക്വൽ ടു -2. ഓക്കെ, നെക്സ്റ്റ് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ഫൈൻഡ് എ ബി. ഈ 2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിന്റെ ഓർഡർ എന്താണ്? 3 റോ 1 കോളം, 3/1. ഇത് 1 റോ 3 കോളം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/3 മെട്രിക്സ് കിട്ടും. അത് മനസ്സിലാക്കണം. എന്താണ്? 3/1. അടുത്ത് ഇത് 1/3. ഫസ്റ്റ് ലാസ്റ്റ് 3/3 9 എലമെന്റ് കിട്ടും. എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ ആദ്യത്തെ എലമെന്റ് 5 × 2 10. അടുത്ത് 5 × -1, അടുത്ത -5. 5 × -3 -15 കഴിഞ്ഞു. അടുത്ത സെക്കൻഡ് റോ കൊണ്ട് ഓരോ എലമെന്റിനെ മൾട്ടിപ്ലൈ ചെയ്യാം. -2 × 2 -4, -2 × -1 +2, അതേപോലെ -2 × -3 +6. സിമിലർലി തേർഡ് റോ കൊണ്ട് ഓരോ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 2 6, അടുത്ത് 3 × -1 -3, 3 × -3 -9. പരിപാടി കഴിഞ്ഞു. സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, എങ്കിലും ചില കുട്ടികൾക്കെങ്കിലും കൺഫ്യൂസിങ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ. The volume of a cube is increasing at the rate of 24 cm³ per second. How fast is the surface area increasing when the length of an edge is 6 cm? നമുക്ക് ക്യൂബിന്റെ എഡ്ജ് x എന്ന് അസ്യൂം ചെയ്യാം. ക്യൂബിന്റെ വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം സെക്കൻഡ് ആണ് തന്നിട്ടുള്ളത്. അതായത് dv/dt അത് 24 cm³ per second എന്ന് കൊടുക്കുക. അടുത്ത് x എന്ന് പറയുന്നത് 6 ആകുമ്പോൾ സർഫസ് ഏരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാണണം. അപ്പൊ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് കാണുന്ന ഫോർമുല 6x², ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു t, dA/dt ഈക്വൽ ടു 6 ഇൻറ്റു x²ന്റെ ഡെറിവേറ്റീവ് 2x ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു t ആയതുകൊണ്ട് dx/dt. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം x നമുക്കറിയാം, പക്ഷെ dx/dt അറിയോ? അറിയില്ല. അതിനുവേണ്ടി എന്ത് തന്നിട്ടുണ്ട്? dv/dt തന്നിട്ടുണ്ട്. അപ്പൊ ഈ വാല്യൂ യൂസ് ചെയ്യുന്നതിന് വേണ്ടി സൈഡിൽ വോളിയം കാണുന്ന ഫോർമുല എഴുതുക. ക്യൂബിന്റെ വോളിയം കാണുന്ന ഫോർമുല x³ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ dv/dt ഈക്വൽ ടു x³ ഡെറിവേറ്റീവ് എന്താണ്? 3x² ഇൻറ്റു dx/dt. അപ്പോൾ dv/dt നമുക്കറിയാം, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 24, അതിവിടെ കൊടുത്തു. ഈ 3x² ഡിവൈഡ് ചെയ്യുക. 3 × x², 6 × 6 ഈക്വൽ ടു എന്ത് കിട്ടി? dx/dt. ഈ dx/dtയുടെ വാല്യൂ ഇതാണല്ലോ, അതെടുത്ത് നേരെ ഇവിടെ കൊണ്ടു കൊടുക്കുക. dx/dtയുടെ പ്ലേസിൽ 24 ഇത് കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 16 cm² per second എന്ന് കിട്ടും.
അടുത്തതും ജോമെട്രിക്കൽ ഐഡിയ ആവശ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ലോക്കൽ മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 2. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കണം. മോഡ് എക്സ് മൈനസ് 2. മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വി ഷേപ്പ് 0-ൽ വെച്ച് ഒടിഞ്ഞു പോകും. അപ്പോൾ മോഡ് എക്സ് മൈനസ് 2 ആണെങ്കിൽ വി ഷേപ്പ് മൈനസ് 2-ൽ വെച്ച് ഒടിഞ്ഞു പോകും. സോ വിച്ച് ഈസ് ദ ഗ്രാഫ് ഓഫ് മോഡ് എക്സ് മൈനസ് 2. ഒറ്റ നോട്ടത്തിൽ അറിയാം ഇതിന്റെ മിനിമം വാല്യൂ. ഇത് ഇവിടെ വന്നിട്ട് പിന്നെ മേളിലോട്ടല്ലേ പോകുന്നത്. മിനിമം വാല്യൂ എത്രയാണ്? മൈനസ് 2. സോ ലോക്കൽ മിനിമം വാല്യൂ എന്താണ്? മൈനസ് 2. അത് കിട്ടുന്ന പോയിന്റ് എന്താണ്? എക്സ് ഈക്വൽ ടു 0-ലാണ് കിട്ടുന്നത്. അത് ചോദിച്ചിട്ടില്ല, ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഏരിയ ഓഫ് ദ എലിപ്സ് x²/25 പ്ലസ് y²/9 ഈക്വൽ ടു 1. ഏരിയ കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം, ഇന്റഗ്രൽ a to b y dx. അപ്പോൾ ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്ത് എന്ത് കാണണം? y കാണണം. ലാബിലൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ. x²/25 പ്ലസ് y²/9 ഈക്വൽ ടു 1. y²/9 ഈക്വൽ ടു 1. ഇത് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് x²/25 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 മൈനസ് x²/25 y² ഈക്വൽ ടു ഈ 9 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മേളിൽ പോകുമ്പോൾ 9/25 ഇൻറ്റു 25 മൈനസ് x². y ഈക്വൽ ടു 9/25ന്റെ റൂട്ട് 3/5. ഇത് റൂട്ട് 25 മൈനസ് x² എന്ന് എഴുതാം. y കിട്ടിയാൽ ഏരിയ. എലിപ്സിന്റെ റഫ് ഫിഗർ വരയ്ക്കുക. നിങ്ങൾക്കറിയാം ഈ പോയിന്റ് -5 ആണെങ്കിൽ ഇതെന്തായിരിക്കും? +5. കാരണം ഇതെന്താണ്? മൊത്തം ലെങ്ത് എന്താണ്? 10 ആണ്. കാരണം മേജർ ആക്സിസ് ഇത് a² ആണ് 25. അപ്പൊ a എന്ന് പറയുന്നത് 5 ആണ്. അതായത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 5, ഇങ്ങോട്ട് -5. നമുക്ക് ഈ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ കാണാം. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എക്സ് എവിടെ മുതൽ എവിടം വരെ വാരി ചെയ്യുന്നു? 0 മുതൽ 5 വരെ. അപ്പൊ ഈ പോർഷന്റെ ഏരിയ കാണാൻ ഇന്റഗ്രൽ 0 to 5 y dx കണ്ടാൽ മതി. ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 5 y dx. ഞാൻ എന്തുകൊണ്ടാണ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? വി ഹാവ് ടു ഫൈൻഡ് ടോട്ടൽ ഏരിയ. നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് 0 മുതൽ 5 വരെ ഈ ബൗണ്ടഡ് പോർഷന്റെ ഏരിയ ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ ഏരിയ. ഈ ഏരിയ തന്നെയാണ് ഇവിടത്തെ ഏരിയ. സോ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 4 ഇൻറ്റു ഏരിയ ഇന്റഗ്രൽ 0 to 5 y dx. 4 ഇൻറ്റു ഇന്റഗ്രൽ 0 to 5 y എന്താണ്? ഇവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. 3/5 റൂട്ട് 25 മൈനസ് x² dx. 3/5 ഔട്ട് സൈഡ് എടുക്കുക. 4 3 12/5. അടുത്ത റൂട്ട് ഫോർമുല. അവിടെയാണ് പ്രശ്നം. ഇന്റഗ്രേഷൻ റൂട്ട് 25നെ 5² എന്ന് എഴുതാം. അപ്പൊ റൂട്ട് s² മൈനസ് x². റൂട്ട് s² മൈനസ് x² കാണുന്ന ഫോർമുല x/2 റൂട്ട് s² മൈനസ് x² പ്ലസ് s²/2 25/2 സൈൻ ഇൻവേഴ്സ് x/a. എന്ന് പറഞ്ഞാൽ 5. ഇന്റഗ്രേഷൻ ചെയ്താൽ ബ്രാക്കറ്റ് കൊടുത്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to 5. നിർബന്ധമായിട്ട് പഠിക്കണേ. ചിലപ്പോൾ പബ്ലിക്കിന് സർക്കിൾ ആയിരിക്കും ചോദിക്കാൻ സാധ്യത. ആദ്യം ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ അപ്പർ ലിമിറ്റ് 5 കൊടുക്കുക. കംപ്ലീറ്റ് എന്ത് ചെയ്യുക? 5 കൊടുക്കുക. ഇവിടെ 25 മൈനസ് 25 ഇത് മൊത്തം 0 ആയി പോകും. ഇവിടെ കൊടുത്താൽ 25/2 സൈൻ ഇൻവേഴ്സ് 5/5 1 മൈനസ് അടുത്ത എക്സിന് കംപ്ലീറ്റ് ആയിട്ട് 0 കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ മൊത്തം എന്തായി പോകും? 0 ആയി പോകും. സോ ഇത്രയും കിട്ടും. 12/5 ഇൻറ്റു 25/2 സൈൻ ഇൻവേഴ്സ് 1 90 π/2. എല്ലാം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 15 π എന്ന് കിട്ടും. ഓക്കെ. സോ അത് ഒന്ന് എഴുതി പഠിച്ചാലേ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 13. Which of the following is a solution of the differential equation y double dash minus y dash equal to 0? അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു ഫസ്റ്റ് ഡെറിവേറ്റീവ് വരുന്ന ഫംഗ്ഷൻ ഇതിൽ ഏതാണ്? അല്ലെ, അങ്ങനെ ചിന്തിച്ചൂടെ? y ഡബിൾ ഡാഷ് ഈക്വൽ ടു y ഡാഷ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ആയിട്ട് വരുന്നത്. ഇവന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? e⁻x. ആ കിട്ടിയതിന് ഒരിക്കൽ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താലും e⁻x. ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ആയിട്ട് വരുന്ന ഇവനാണ്. സോ ആൻസർ അവൻ തന്നെ. കൂടുതൽ ചെക്ക് ചെയ്യേണ്ട. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ സാറ്റിസ്ഫൈ ചെയ്തു. വേറെ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യത്തില്ല കേട്ടോ. കഴിഞ്ഞു. ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞു. സാധാരണ സ്ഥിരം ഫൈൻഡ് ഓർഡർ ആൻഡ് ഡിഗ്രി ആണ് ചോദിക്കുന്നത്. അതും ഇവിടെ ചോദിച്ചില്ല. അതൊരു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx ഈക്വൽ ടു റൂട്ട് 9 മൈനസ് y² ബൈ എക്സ്. സോ ആ ഇക്വേഷൻ നമ്മൾ എടുത്തെഴുതുക. dy/dx ഈക്വൽ ടു റൂട്ട് 9 മൈനസ് y² ബൈ എക്സ്. ഈ y-ന്റെ നേരെ ഇങ്ങ് താഴെ കൊണ്ടുവരിക. dy by root 9 minus y² equal to dx മേളിൽ എടുക്കുക. dx by x which is in variable separable form. So we have to integrate to find the solution. രണ്ട് സൈഡ് ഇന്റഗ്രേഷൻ ചെയ്യുക. വീണ്ടും ഇന്റഗ്രൽ 1 by root of s² minus x² ഫോർമുല. കുഞ്ഞൻ ഫോർമുല 3² ആണ് കേട്ടോ. അപ്പോൾ s² minus x² സൈൻ ഇൻവേഴ്സ് x by a. സോ ആൻസർ സൈൻ ഇൻവേഴ്സ് x ന് പകരം y by a. a എന്ന് പറഞ്ഞാൽ 3 ഈക്വൽ ടു 1/x ന്റെ ഇന്റഗ്രൽ ലോഗ് മോഡ് x പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c. ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ആൻസർ ആയി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ എത്ര കുട്ടികൾ ഇത് പഠിച്ചു എന്ന് അറിയത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14.
ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത, എല്ലാ ആൾക്കാരും എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ എ ഈക്വൽ ടു 2i പ്ലസ് ജെ ഓൺ ദ വെക്ടർ ബി ഈക്വൽ ടു 2a. അവിടെയും ചെറിയൊരു ട്വിസ്റ്റ് അല്ലെ. സാധാരണ ബി ഈക്വൽ ടു ijയിലൊരു സാധനമാണ്, പക്ഷെ ഇത് സിമ്പിൾ ആണ്. 2a എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്നത് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 4i പ്ലസ് 2j എന്ന് കിട്ടും. അത്രയുള്ള വ്യത്യാസം. ഓക്കെ, സോ വെക്ടർ എ തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞാൽ 2a, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 4i പ്ലസ് 2j. നിങ്ങൾ അടുത്ത് എ ഡോട്ട് ബി കാണുക. എങ്ങനെയാണ് ഡോട്ട് പ്രോഡക്റ്റ്? ഐയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, കോഎഫിഷ്യൻ 2 × 4 പ്ലസ് ജെയും 1 × 2 എന്താണ് 2. അപ്പോൾ 8 പ്ലസ് 2 10 എന്ന് കിട്ടി. അടുത്ത മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കാണുക, റൂട്ട് ഓഫ് 4ന്റെ സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ റൂട്ട് 20. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി കാണുന്ന ഫോർമുല എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. അപ്പോൾ 10/√20 10/√20. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ഫൈൻഡ് ഏരിയ ഓഫ് ദ പാരലലോഗ്രാം ഹൂസ് അഡ്ജസന്റ് സൈഡ്സ് വിത്ത് വെക്ടേഴ്സ് 3i പ്ലസ് ജെ പ്ലസ് 4k ആൻഡ് i മൈനസ് ജെ പ്ലസ് k. ഇത് വെക്ടർ എ എന്ന് എടുക്കുക, ഇത് വെക്ടർ ബി എന്ന് എടുക്കുക. എങ്കിൽ പാരലോഗ്രാമിന്റെ ഏരിയ കാണുന്ന ഫോർമുല മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. അപ്പോൾ ആദ്യം എന്ത് കാണണം? എ ക്രോസ് ബി കാണണം. എ ക്രോസ് ബി കാണുന്ന ഫോർമുല ഡിറ്റർമിനന്റ് ijk. എ എന്ന വെക്ടറിന്റെ സ്കേലാർ കോമ്പണൻസ് എഴുതുക. ഏതാണ്? 3 1 4. അടുത്ത് തേർഡ് റോയിൽ 1 - 1 എന്ന് എഴുതുക അല്ലെ. 3 1 4 1 - 1 1. ഇത് എക്സ്പാൻഡ് ചെയ്യുക, നിങ്ങൾക്കറിയാം, അതിലേക്ക് പോകുന്നില്ല. i ഇൻറ്റു കോളം കളയുക, റോ കളയുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 - -4 1 + 4 5i എന്ന് കിട്ടും. അടുത്ത രണ്ടാമത്തെ ഓപ്പോസിറ്റ് സൈൻ -j ഇൻറ്റു റോ കളയുക, കോളം കളയുക. 3 - 4 -1 എന്ന് കിട്ടും. ആ -1ഉം ഈ മൈനസും കൂടെയാണ് പ്ലസ് ജെ. അടുത്ത് k ഇൻറ്റു റോ കളയുക, കോളം കളയുക. -3 - 1 -4k എന്ന് കിട്ടും. ഇനി ഏരിയ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി, റൂട്ട് ഓഫ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 5ന്റെ സ്ക്വയർ 25, ഇത് 1ന്റെ സ്ക്വയർ 1 -4ൻ്റെത് 16 റൂട്ട് 42 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്യൂ ലൈൻസ്. 2 ലൈൻസ് തന്നിട്ടുണ്ട്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടെത്തണം. നമ്മൾ വെക്റ്റർ ഫോമാണ് സാധാരണ പഠിക്കാറ്, അതുകൊണ്ട് തന്നെ ഇതിനെ വെക്റ്റർ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യുക. അല്ല എങ്കിൽ ഇതിനൊരു ഫോർമുല ഉണ്ട്, അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഞാൻ ഇതിനെ വെക്റ്റർ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, ഈ താഴെ ഇരിക്കുന്നതാണ് പാരലൽ വെക്ടേഴ്സിന്റെ ഡയറക്ഷൻ റേഷ്യോ. അതായത് ഈ ഒന്നാമത്തെ ലൈനിന്റെ താഴെ ഇരിക്കുന്നത് വെക്റ്റർ b1 എന്ന് എടുക്കുക. വെക്റ്റർ b1 അതെന്താണ്? 2i മൈനസ് ജെ പ്ലസ് 2k. ഇത് വെക്റ്റർ b2 എന്ന് എടുക്കുക. അപ്പൊ എന്ത് കിട്ടും? 3i മൈനസ് 5j പ്ലസ് 2k. അപ്പൊ b1ഉം b2 നമുക്ക് എഴുതാം, b1 b2. അടുത്ത വെക്റ്റർ a1ഉം വെക്റ്റർ a2 സ്റ്റാൻഡേർഡ് ഫോമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെക്റ്റർ a1 ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആണ്, പ്ലസ് 1i. ഇവിടെ എന്ത് കിട്ടും? പ്ലസ് 1j. ഇവിടെ കൂടെ ഒന്നുമില്ല, അപ്പൊ പ്ലസ് 0k. അപ്പോൾ i പ്ലസ് ജെ പ്ലസ് k എന്ന് കിട്ടും, 0k എന്ന് കിട്ടും. i പ്ലസ് ജെ പ്ലസ് 0k. അടുത്ത വെക്റ്റർ a2 എങ്ങനെ എഴുതും? വെക്റ്റർ a2 ഓപ്പോസിറ്റ് സൈൻ -2 എന്നുള്ള പ്ലസ് 2i. അടുത്ത പ്ലസ് 1j, ഇതെന്ത് വരും? -1k. അപ്പോൾ എന്ത് കിട്ടി? വെക്റ്റർ a2. അത് തെറ്റാതെ എഴുതുക. b1 b2 താഴെ ഇരിക്കുന്നതിന് ijk കൊടുത്താൽ മതി. ഇനി a2 മൈനസ് a1 ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. 2iയിൽ നിന്ന് i കുറച്ചാൽ i, ഇത് 0 -k എന്ന് 0k കുറച്ചാൽ -k. അപ്പോൾ a2 മൈനസ് a1 i മൈനസ് k എന്ന് കിട്ടി. അടുത്ത് b1 ക്രോസ് b2. ക്രോസ് എന്ന് കേട്ടാൽ മനസ്സിലേക്ക് ഓടി വരണം, ഡിറ്റർമിനന്റ് ijk. b1ന്റെ കോഎഫിഷ്യന്റ് 2 - 1 2 എഴുതി. അടുത്ത b2 3 - 5 2 3 - 5 2 ഈക്വൽ ടു എക്സ്പാൻഡ് ചെയ്യുക, i ഇൻറ്റു കോളം കളയുക, റോ കളയുക. അടുത്ത് -2 മൈനസ് -10 പ്ലസ് 10. അടുത്ത -j ഇൻറ്റു റോ കളയുക, കോളം കളയുക. 4 - 6 എഴുതി, പ്ലസ് k ഇൻറ്റു റോ കളയുക, കോളം കളയുക. -10 ദെൻ -3 അതാണ് പ്ലസ് 3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 8i പ്ലസ് 2j -7k. ഉടൻ തന്നെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കണ്ടെത്തി വെക്കുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 ക്രോസ് b2 റൂട്ട് ഓഫ് 8ന്റെ സ്ക്വയർ 64 2ന്റെ സ്ക്വയർ 4 -7ൻ്റെത് 49 ഈക്വൽ ടു എന്ത് കിട്ടി? റൂട്ട് 117. നെക്സ്റ്റ് നമ്മൾ കാണേണ്ടത് a2 മൈനസ് a1 ഈ വെക്ടറിലെ ഡോട്ട് b1 ക്രോസ് b2, അതായത് ഇതും ഇതുമായിട്ട് ഡോട്ട് എടുക്കുക. a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2. ഡോട്ട് എന്ന് പറഞ്ഞാൽ iയുടെയും കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ വെറും i എന്ന് പറഞ്ഞാൽ 1i. 1 × 8 എന്താണ്? 8 പ്ലസ് 0 ഇൻറ്റു എന്ത് വന്നാൽ 0. അടുത്ത -1 × -7 പ്ലസ് 7. സോ 8 പ്ലസ് 7 എന്ത് കിട്ടി? 15. നൗ ഫോർമുല ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു b1 ക്രോസ് b2 ഡോട്ട് a2 മൈനസ് a1 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 ക്രോസ് b2. ഈ ഡോട്ട് പ്രോഡക്റ്റ് 15, മാഗ്നിറ്റ്യൂഡ് എന്ത് കിട്ടി? റൂട്ട് 117. സോ ആൻസർ 15/√117. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി എന്ന ചാപ്റ്റർ എന്നുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ, പക്ഷേ സെക്കൻഡ് പാർട്ട് പണി തന്നു. ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് with the probability of A 0.4, probability of B 0.5, then find
പ്രോബബിലിറ്റി ഓഫ് നെയ്തർ എ നോ ബി. നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 20 ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിരുന്നു. സോ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാം. ആ ഐഡിയ മനസ്സിലുണ്ടായിരിക്കണം. ഇനി നമുക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് നെയ്തർ എ നോർ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി എന്നാണ്. എയിലും ഇല്ല ബിയിലും ഇല്ല, അതിന്റെ പ്രോബബിലിറ്റി. അപ്പൊ അതെങ്ങനെ എഴുതും? ഓൾജിബ്ര പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ, ബി കോംപ്ലിമെന്റ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് നെയ്തർ എ നോർ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. അതുകൊണ്ട് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ഇന്റർസെക്ഷൻ വന്നാൽ എന്താക്കി എഴുതാം? ഇൻറ്റു ആക്കി എഴുതാം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ്. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് കാണുന്ന ഫോർമുല 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ. പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് കാണുന്ന ഫോർമുല 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി. പ്രോബബിലിറ്റി ഓഫ് എ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.4, 1 മൈനസ് 0.4 ഇൻറ്റു ഇത് 1 മൈനസ് 0.5. പ്രോബബിലിറ്റി ഓഫ് ബി തന്നിട്ടുണ്ട് കേട്ടോ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.6 ഇൻറ്റു 0.5 0.3 എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബേസ് തിയറം യൂസ് ചെയ്ത് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് കുട്ടികൾ തിരിച്ചറിഞ്ഞോ എന്ന് സംശയമാണ്. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്, എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബേസ് തിയറത്തിലെ ഏറ്റവും ലാസ്റ്റ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പല കുട്ടികളും പഠിക്കാതെ പോയതായിരിക്കും, പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ഇത്തരത്തിൽ പ്രതീക്ഷിക്കാം കേട്ടോ. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതിനകത്ത് അൺഎക്സ്പെക്റ്റഡ് ആണ്. 10% ക്വസ്റ്റ്യൻ അത് പബ്ലിക്കിനും പ്രതീക്ഷിക്കാം. സോ നോക്കിക്കോളൂ. എ മാൻ ഈസ് നോൺ ടു സ്പീക്ക് ട്രൂത്ത് 4 out of 5 times. He throws a die and reports that it is 5. Find the probability that it is actually a 5. ട്രൂത്ത് പ്രോബ്ലം എന്നാണ് ഈ പ്രോബ്ലം അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ ഇത് ബേസ് തിയറം ആണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇനി അപ്പോൾ ബേസ് തിയറം ആകുമ്പോൾ ഇവന്റ്സ് ഡിഫൈൻ ചെയ്യണം. ആദ്യം E1 E2 ദെൻ കണ്ടീഷൻ. എല്ലായ്പ്പോഴും നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എ എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മുടെ ബേസ് തിയറത്തിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് അല്ലെങ്കിൽ റിവിഷൻ ക്ലാസ് കണ്ടാൽ മതി, അവിടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവന്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ആദ്യം E1 ഇവന്റ് ദാറ്റ് 5 occurs. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ 5 കിട്ടുന്നു, അതാണ് E1 എന്ന് എടുക്കുന്നത്. അപ്പൊ E2 എന്താണ്? ഇവന്റ് ദാറ്റ് 5 doesn't occur. ഓക്കെ, ഒന്ന് കിട്ടുന്നു മറ്റേ കിട്ടുന്നില്ല, ഈ രീതിയിൽ ചെയ്യുക. അടുത്ത എ എന്ന് പറയുന്നത് തന്നിട്ടുള്ള കണ്ടീഷൻ. എന്താണ് കണ്ടീഷൻ? ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണ്? A man is known to speak truth 4 out of 10. He throws a die and reports that it is 5. He throws a die and reports that it is 5. അല്ലേ? അപ്പോൾ എ അതാണ് കണ്ടീഷൻ. He throws a die and reports that it is 5. ഒരു ഡൈ ത്രോ ചെയ്തു, കിട്ടിയത് 5 എന്ന് അയാൾ റിപ്പോർട്ട് ചെയ്തു, അതാണ് കണ്ടീഷൻ. അപ്പൊ എ എന്ന് പറയുന്നത് ഇവന്റ് ദാറ്റ് മാൻ റിപ്പോർട്ട്സ് ദാറ്റ് 5 occurs when throwing a die. നമുക്ക് എന്താണ് കാണേണ്ടത്? We have to find probability that E1 given A. Probability that E1 given A എന്ന് പറഞ്ഞാൽ എന്താണ്? Probability that എന്താണ്? 5 occur ചെയ്യണം. അദ്ദേഹം റിപ്പോർട്ട് ചെയ്തതും എന്തായിരിക്കണം? 5 എന്ന് തന്നെ ആയിരിക്കണം. അതാണ് കാണേണ്ടത്. എന്താണ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി എ 5. നമുക്ക് ത്രോ ചെയ്തപ്പോൾ 5 തന്നെ കിട്ടണം. അദ്ദേഹം റിപ്പോർട്ട് ചെയ്തതും 5 തന്നെ ആയിരിക്കണം. അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത് 5 തന്നെ ആയിരിക്കണം. അതായിരുന്നല്ലോ നമ്മുടെ കണ്ടീഷൻ അല്ലേ? റിപ്പോർട്ട് ചെയ്ത് 5 ആയിരുന്നു, കിട്ടുന്നതും 5 ആയിരിക്കണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് E1 given A. അപ്പോൾ ബേസ് തിയറം അനുസരിച്ച് പ്രോബബിലിറ്റി ഓഫ് E1 given A കാണുന്ന ഫോർമുല എന്താണ്? ഷോർട്ട് കട്ട് പ്രോബബിലിറ്റി ഓഫ് E1 അതുപോലെ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് തിരിച്ചെഴുതുക A given E1 ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഓഫ് E1 ഈ മേലെഴുതി അതുപോലെ എഴുതുക E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A given E1 പ്ലസ് രണ്ടാമത്തെ ഇവന്റിന് പ്രോബബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A given E2. ഇനി ഈ പ്രോബബിലിറ്റീസ് കണ്ടെത്തണം. അതാണ് തൊട്ട് മേളിൽ എഴുതിയിട്ടുള്ളത്. ബേസ് തിയറം ആദ്യം പഠിക്കുക, എന്നാലേ ഇത് മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ പിടികിട്ടത്തില്ല. ആദ്യം പ്രോബബിലിറ്റി ഓഫ് E1 എന്താണ്? ഇവന്റ് ദാറ്റ് 5 occurs. അതായത് പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് 5 occurs when throwing a die. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ 5 കിട്ടണം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ മൊത്തം എലമെന്റ്സ് സാമ്പിൾ സ്പേസിൽ 6, അതിൽ 5 എന്ന് പറയുന്ന ഒരു നമ്പറല്ലേ ഉള്ളൂ. സോ പ്രോബബിലിറ്റി 1/6. അടുത്ത പ്രോബബിലിറ്റി ഓഫ് E2 പ്രോബബിലിറ്റി ദാറ്റ് 5 does not occur. occur ചെയ്യുന്നത് 1/6. അപ്പൊ ഡസ് നോട്ട് ആണെങ്കിൽ എന്തായിരിക്കും പ്രോബബിലിറ്റി? 1 - 1/6. 1 മൈനസ് എന്റെ കോമ്പൗണ്ട് എടുത്താൽ പോരെ? 1 - 1/6 ദാറ്റ് ഈസ് എന്താണ്? 5/6. അടുത്ത് കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് A given E1. പ്രോബബിലിറ്റി ഓഫ് A given E1 എന്താണ്? കണ്ടീഷൻ എന്താണ്? 5 occur ചെയ്യണം. സച്ച് ദാറ്റ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തതും എന്തായിരിക്കണം? 5 എന്നായിരിക്കണം. അതാണ് ആദ്യത്തെ സെന്റൻസ്. എന്താണ് അദ്ദേഹം പറയുന്നുണ്ട്? തുടക്കത്തിൽ ഒരു സെന്റൻസ് പറയുന്നുണ്ട്. എന്താണ്? 4 out of 5 times a man is എന്താണ്? സ്പീക്കിംഗ് ട്രൂത്ത്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ്
എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് ദ മാൻ സ്പീക്സ് ട്രൂത്ത് എന്നാണ്. അതെന്താണ് 4/5 ആണ്. എങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2 അദ്ദേഹം പറഞ്ഞത് കള്ളമാണ് എന്നതിന്റെ പ്രോബബിലിറ്റി അത് കാണാൻ 1 - 4/5. അപ്പോൾ 5 - 4 1/5 എന്ന് കിട്ടും. എന്നിട്ട് ഈ വാല്യൂസ് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 4/9 എന്ന് കിട്ടും. ആദ്യം ബേസ് തിയറം മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം ഈ പ്രോബ്ലം മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒന്നും പിടികിട്ടൂല. ഓക്കെ, നെക്സ്റ്റ് എസ്എ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെയും 16 വരെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. 6 ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് കണ്ടെത്താം. 2 ക്വസ്റ്റ്യൻ ടഫാണ്. വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഒഴിവാക്കിയാലും 6 ആൻസർ ചെയ്യാം. നമ്മൾ ടഫ് എന്ന് പറയുമെങ്കിലും ഇപ്പൊ 3 മാർക്കിന്റെ 4 മാർക്കിന്റെ എല്ലാ ക്വസ്റ്റ്യനും കുട്ടിക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ, പക്ഷേ കറക്റ്റായിട്ട് ആൻസർ കിട്ടാത്തതുകൊണ്ട് പലരും വെട്ടിക്കളഞ്ഞു അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അങ്ങനെ പാടില്ല. നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലെങ്കിലും ചെയ്തത് അവിടെ തന്നെ ഇട്ടിരിക്കുക. ആൻസർ ഷീറ്റ് ഒരിക്കലും സ്ട്രൈക്ക് ചെയ്ത് കളയാൻ പാടില്ല. സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ യൂസിങ് മെട്രിക്സ് മെത്തേഡ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ദ ഗിവൺ ഇക്വേഷനെ മെട്രിക്സ് ഫോമിൽ എഴുതണം. AX = B. A എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കോഎഫിഷ്യൻ മെട്രിക്സ് 1 2 1, സെക്കൻഡ് റോയിൽ 2 1 1, തേർഡ് റോയിൽ 1 - 3 4, 1 - 3 4 A കിട്ടി. ക്യാപിറ്റൽ X എന്ന് പറഞ്ഞാൽ കോളം മെട്രിക്സ് വേരിയബിൾസ് X Y Z. ക്യാപിറ്റൽ B എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് മെട്രിക്സ് കോളം റൈറ്റ് സൈഡിലുള്ള കോൺസ്റ്റൻസ് ഏതൊക്കെയാണ്? 18 5 3, 18 5 3. എന്നിട്ട് ഡിറ്റർമിനന്റ് A കാണുക. ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ 1 ഇൻറ്റു കോളം കളഞ്ഞു റോ കളഞ്ഞു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 - -3 4 + 3. അടുത്ത ഓപ്പോസിറ്റ് സൈൻ -2 ഇൻറ്റു റോ കളഞ്ഞു കോളം കളഞ്ഞു 8 - 1 7 എന്ന് വരും. അടുത്ത് +1 ഇൻറ്റു റോ കളഞ്ഞു കോളം കളഞ്ഞു -6 - 1 -7 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -14. Determinant A not equal to 0. Therefore, the system have only one solution. ആ സൊല്യൂഷൻ കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം. ക്യാപിറ്റൽ X = A ഇൻവേഴ്സ് ഇൻറ്റു B. അപ്പോൾ A ഇൻവേഴ്സ് കാണണം. അത് കാണുന്ന ഫോർമുല adj / ഡിറ്റർമിനന്റ് A. ഡിറ്റർമിനന്റ് A കണ്ടെത്തി. അപ്പോൾ ഇനി എന്ത് കാണണം? adj. adj കാണാൻ 2 മെത്തേഡ് ഉണ്ട്. കോഫാക്ടേഴ്സ് യൂസ് ചെയ്ത് കാണാം, ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്തും കാണാം. ഞാനിവിടെ ഷോർട്ട് കട്ട് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഷോർട്ട് കട്ട് മെത്തേഡ്? ഡീറ്റെയിൽഡ് ക്ലാസ്സിലും റിവിഷൻ ക്ലാസ്സിലും 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ക്ലാസ്സിലും ഈ ഷോർട്ട് കട്ട് മെത്തേഡ് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക. ഇവിടെ സ്പീഡിൽ പറയും. ആദ്യം ഈ മെട്രിക്സിൽ എലമെന്റ്സ് എഴുതുക. ഈ 9 എലമെന്റ് എഴുതുക. 1 2 1 കണ്ടോ? 2 1 1 ഇത്രയും ക്വസ്റ്റ്യനിലുള്ള മെട്രിക്സിലുള്ള 9 എലമെന്റ് എഴുതുക. കണ്ടോ? 9 എലമെന്റ് എഴുതി. എന്നിട്ട് ആദ്യത്തെ 2 കോളം റിപ്പീറ്റ് ചെയ്ത് എഴുതുക. ഈ ആദ്യത്തെ 1 2 1 1 2 1, അടുത്ത 2 1 - 3 എഴുതി. അടുത്ത് ഇപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞല്ലേ? ഇത്രയുമാണ് കിട്ടിയത്. ഈ കിട്ടിയതിൽ ആദ്യത്തെ 2 റോ താഴെ എഴുതുക. 1 2 1 1 2 കണ്ടോ? എഴുതി. അടുത്ത് ഇത് 2 1 1 2 1 ഇത്ര എഴുതി. എന്നിട്ട് ഈ സംഗതി സ്ട്രൈക്ക് ചെയ്ത് കളയുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ adj ഒറ്റയടിക്ക് ചെയ്യാം. adj = ഈ 4 എലമെന്റ് എടുക്കുക. എന്നിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് കാണുക. ഡിറ്റർമിനന്റ് ഓഫ് ദീസ് 4 എലമെന്റ്സ്. അപ്പൊ എന്തോരും? 1 × 4 4 -3 4 + 3 എന്താണ്? 7. ആൻസർ ആയി. അടുത്ത ഈ താഴെയുള്ള അടുത്ത 4 എലമെന്റ് എടുക്കുക. ഈ 4 എലമെന്റ്. അപ്പൊ എന്ത് കിട്ടും? -3 × 1 -3 -8 -3 -8 അത് -11. അത് ഇവിടെ എഴുതുക. താഴെ ചെയ്തു പോകും, പക്ഷെ റൈറ്റ് സൈഡിലോട്ടാണ് എഴുതേണ്ടത് കേട്ടോ. ട്രാൻസ്പോസ് എന്ന ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. അടുത്ത് ഈ 4 എലമെന്റ്. അപ്പോൾ എന്ത് കിട്ടും? 2 - 1 ദാറ്റ് ഈസ് എന്താണ്? 1. സിമ്പിൾ. അടുത്ത 4 എലമെന്റ് എടുക്കുന്ന ഈ 4 എലമെന്റ് 1 മിനിറ്റ് കൊണ്ട് ആൻസറിലേക്ക് എത്താം. അപ്പോൾ എന്ത് കിട്ടും? 1 - 8 ദാറ്റ് ഈസ് എന്താണ്? -7. കണ്ടോ? അടുത്ത ഇത് 4 - 1 അതെന്താണ്? 3. അടുത്ത് വെരി സിമ്പിൾ. ഇത് 2 - 1 ദാറ്റ് ഈസ് 1. സിമിലർലി ലാസ്റ്റ് ഈ 4 എലമെന്റ് എടുക്കുക. -6 - 1 ഡിറ്റർമിനന്റ് ചെയ്യുന്നത് പോലെ -7 കണ്ടോ? അടുത്തെന്താണ്? ഈ 4 എലമെന്റ്. അപ്പോൾ 2 - -3 2 + 3 5. ഫൈനലി ദീസ് 4 എലമെന്റ്സ് 1 - 4 ദാറ്റ് ഈസ് -3. adj കിട്ടിക്കഴിഞ്ഞു. വെരി ഫാസ്റ്റ്. ഇനി A ഇൻവേഴ്സ് = adj / ഡിറ്റർമിനന്റ് 1 / ഡിറ്റർമിനന്റ് -14. ഈ adj അതുപോലെ എഴുതി. ക്യാപിറ്റൽ X = എന്താണ് ഫോർമുല? A ഇൻവേഴ്സ് ഇൻറ്റു B. A ഇൻവേഴ്സ് തൊട്ട് മേളിൽ കിട്ടി, അത് അതുപോലെ എഴുതുക. ക്യാപിറ്റൽ B നമ്മൾ തുടക്കത്തിൽ എഴുതി വെച്ചു 18 5 3. ഈ 1 / -14 അതുപോലെ എഴുതി. ഈ മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ എലമെന്റ് 7 × 18 126 -11 × 5 -55 1 × 3 എന്താണ്? 3. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് കിട്ടി. അടുത്ത സെക്കൻഡ് റോയും കോളവും ചെയ്യുമ്പോൾ സെക്കൻഡ് എലമെന്റ് -7 × 18 എഴുതുക. 3 × 5 എഴുതുക. 1 × 3 എഴുതുക. സിമിലർലി തേർഡ് റോയും ഈ കോളവും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടും 1 / -14. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 74. ഇത് സിംപ്ലിഫൈ -108. ഇത് -110. ഓരോ നമ്പറിനെയും -14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
ഈ ആദ്യത്തെ വാല്യൂ എന്താണ്? എക്സ് വാല്യൂ, രണ്ടാമത്തെ വൈ വാല്യൂ, മൂന്നാമത്തെ ഇസെറ്റ്. എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? -74/14. വൈ ഈക്വൽ ടു മൈനസ് വെട്ടിപ്പോയാൽ 108/14. ഇസെറ്റ് ഈക്വൽ ടു 110/14. ഇങ്ങനെ ഒരു ആൻസർ കിട്ടിയപ്പോൾ പല കുട്ടികളും ഞങ്ങൾ ചെയ്ത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് വെട്ടിക്കളഞ്ഞവരുണ്ട്. അവർ അബദ്ധം കാണിച്ചു. ഒരു കാരണവശാലും ആൻസർ ഷീറ്റിലുള്ള സംഗതി വെട്ടാനുള്ള അവകാശം പേപ്പർ വാല്യൂ ചെയ്യുന്ന അധ്യാപകർക്കാണ്. നിങ്ങൾ തെറ്റ് എന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ ശരിയാകാൻ സാധ്യതയുണ്ട്. കമന്റ് ബോക്സിൽ പലരും അങ്ങനെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് സൂചിപ്പിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ, കണ്ടിന്യൂറ്റിയിലെ ഡിഫറൻഷ്യബിലിറ്റിയിലെ ഒരു പ്രോബ്ലം. ഫൈൻഡ് dy/dx ഇഫ് y ഈക്വൽ ടു റൂട്ട് സൈൻ എക്സ്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ, അകത്തിരിക്കുന്നത് എക്സ് എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? dy/dx ഈക്വൽ ടു റൂട്ട് അകത്തിരിക്കുന്ന എക്സ്, റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 ഇൻറ്റു റൂട്ട് എക്സ്. 1/2 ഇൻറ്റു റൂട്ട് എക്സ്, എക്സ് എന്ന് അസ്യൂം ചെയ്ത് സൈൻ എക്സ്, അത് അതുപോലെ എഴുതുക. ഇൻറ്റു എക്സ് എന്ന് അസ്യൂം ചെയ്തതിന്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുക. റൂട്ട് എക്സ് ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്, എക്സിന്റെ പ്ലേസിൽ സൈൻ എക്സ്, അതിന്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ. എക്സ് തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്. ഫൈൻഡ് dy/dx. dy/dx കാണുന്ന ഫോർമുല dy/dt ബൈ dx/dt ഈക്വൽ ടു dy/dt. വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി, എ കോൺസ്റ്റന്റ്, ഇത് 0, കോസ് ടിയിലത് മൈനസ് സൈൻ ടി. അപ്പൊ എ ഇൻറ്റു മൈനസ് സൈൻ ടി എന്ന് കിട്ടും. എ ഇൻറ്റു മൈനസ് സൈൻ ടി ഡിവൈഡ് ബൈ dx/dt, ഇവന്റെ ഡെറിവേറ്റീവ് കേട്ടോ. എ ഇൻറ്റു ടിയിലത് 1, ഇത് കോസ് ടി. അപ്പോൾ എ ഇൻറ്റു 1 മൈനസ് കോസ് ടി, എ ഇൻറ്റു 1 മൈനസ് കോസ് ടി. എയും ക്യാൻസൽ ചെയ്താൽ മൈനസ് സൈൻ ടി ബൈ 1 മൈനസ് കോസ് ടി, അത്രയും എഴുതിയാൽ മതി. ഞാനിവിടെ ഹാഫ് ആംഗിൾ ഫോർമുല ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ആൻസർ മൈനസ് കോട്ട് ടി ബൈ 2 എന്ന് കിട്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ. അടുത്ത് y ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ്. ഫൈൻഡ് dy/dx. എ ഫംഗ്ഷൻ റൈസ് ടു അനദർ ഫംഗ്ഷൻ, ലോഗറിതമിക് ഡിഫറൻസിയേഷൻ ആണ്. സോ y ഈക്വൽ ടു എഴുതുക, ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഇടത് സൈഡ് ലോഗ് y ഈക്വൽ ടു ഇവിടെ ലോഗ് എക്സ് റൈസ് ടു എക്സ്, ലോഗ് y ഈക്വൽ ടു ലോഗ് എക്സ് റൈസ് ടു m ആണെങ്കിൽ ഫോർമുല m ഇൻറ്റു ലോഗ് എക്സ്. അപ്പൊ പവർ ഇൻറ്റു എക്സ് ഇൻറ്റു താഴെ ഇരിക്കുന്ന ലോഗ് എക്സ്. അടുത്ത് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു dy/dx ഈക്വൽ ടു ഇവിടെ പ്രോഡക്റ്റ് റൂൾ, എക്സ് അതുപോലെ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് ലോഗ് എക്സ് അതുപോലെ എക്സിന്റെ ഡെറിവേറ്റീവ് 1. അപ്പൊ dy/dx ഈക്വൽ ടു ഈ y ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് എഴുതുക, എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഡെറിവേറ്റീവിന്റെ പോർഷനിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 6 മാർക്കും സ്കോർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇന്റഗ്രൽ e റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ്. പ്രോഡക്റ്റ് റൂൾ, ബൈ പാർട്സ് റൂൾ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ലെറ്റ് i ഈക്വൽ ടു എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ആൻസറിലേക്ക് എത്താൻ പറ്റത്തില്ല. e റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ്, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ. അടുത്ത ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, സൈൻ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ e റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് e റൈസ് ടു എക്സ്, ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ എക്സിന്റെ ഇന്റഗ്രൽ ഇതാണല്ലോ മൈനസ് കോസ് എക്സ് എഴുതുക. ബൈ പാർട്സ് റൂൾ തീർച്ചയായും പഠിക്കുക, എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. ഇവിടെ e റൈസ് ടു എക്സ് ഇൻറ്റു മൈനസ് കോസ് എക്സ്, മൈനസ് ആദ്യം എഴുതി അത്രേ ഉള്ളൂ. ഇവിടെ മൈനസും മൈനസും പ്ലസ്, വീണ്ടും ഇന്റഗ്രൽ e റൈസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ്. എന്ത് അപ്ലൈ ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം ഒരിക്കൽ കൂടെ. സോ ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ കോസ് എക്സിന്റെ ഇന്റഗ്രൽ സൈൻ എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് e റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് e റൈസ് ടു എക്സ്, ഈ സൈൻ എക്സ് അതുപോലെ എഴുതുക. ഈക്വൽ ടു ഈ ആദ്യത്തെ 2 ടേമിൽ നിന്ന് e റൈസ് ടു എക്സ് പുറത്തെടുത്തു, പിന്നെ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എന്ന് എഴുതി, മൈനസ് ഈ സംഗതി ഇന്റഗ്രൽ e റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് i എന്ന് റീപ്ലേസ് ചെയ്യുക. അല്ലെങ്കിൽ വീണ്ടും ബൈ പാർട്സ് റൂൾ അപ്ലൈ ചെയ്ത് പോകണം. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ i എന്ന് കൊടുത്ത് ചെയ്യുന്നത്. ഈ മൈനസ് i ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പ്ലസ് i, യും ഐയും കൂട്ടിയ 2i. പിന്നെ e റൈസ് ടു എക്സിന്റെ ഇത് i എന്ന് പറഞ്ഞാൽ ഈ 2 ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. കഴിഞ്ഞ വർഷം ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, അതുകൊണ്ട് അത് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19ന്റെ സെക്കൻഡ് പാർട്ട്. ഫൈൻഡ് ഇന്റഗ്രൽ 0 ടു π/2 സൈൻ ക്യൂബ് എക്സ് ബൈ സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ് dx. സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് i ഈക്വൽ ടു ഗിവൺ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എഴുതുക. i ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു π/2 പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. നിങ്ങൾക്കറിയാം ഇന്റഗ്രൽ 0 ടു a എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അതെങ്ങനെ എഴുതാം? 0 ടു a എഫ് ഓഫ് a മൈനസ് എക്സ്, എക്സിന്റെ പ്ലേസിൽ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് കൊടുത്ത് എഴുതാം. സോ ഇന്റഗ്രൽ 0 ടു π/2 സൈൻ ക്യൂബ് എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്, π/2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും സൈൻ ക്യൂബ് π/2 മൈനസ് എക്സ് പ്ലസ് കോസ് ക്യൂബ് π/2 മൈനസ് എക്സ്. I equal to integral 0 to π/2 sin 90 minus theta cos theta. So this can be written as cos cube x. Here similarly sin cube x 90 minus x cos cube x plus ഇവിടെയും cos cube 90 minus x sin cube x എന്ന് എഴുതാം.
ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഗിവൺ ക്വസ്റ്റ്യൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. രണ്ടും ആഡ് ചെയ്യുക. ഐയും ആഡ് ചെയ്താൽ 2i. ഈ ഇന്റഗ്രലും ആഡ് ചെയ്യുക. രണ്ടും കോമൺ ആണ്, അതുപോലെ എഴുതുക. 0 to π by 2. ഡിനോമിനേറ്റർ സെയിം ആണ്, അതുപോലെ എഴുതുക. ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ്. ക്യാൻസൽ ചെയ്യുമ്പോൾ ജസ്റ്റ് dx മാത്രം വരും. 2i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π by 2 dx. ഇന്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ x ലിമിറ്റ് 0 to π by 2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. എക്സിന് π by 2 മൈനസ് 0 π by 2. i ഈക്വൽ ടു π by 2 by 2, അതായത് π by 4 എന്ന് കിട്ടും. ഇത്തരം ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ എന്താണ്? π by 4 എന്ന് നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Solve the linear programming problem graphically. Maximize z equal to 3x plus 7y subject to the conditions. 3 inequalities നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ ഫംഗ്ഷന്റെ, ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കണ്ടെത്തണം സബ്ജക്ട് ടു ദീസ് കണ്ടീഷൻസ്. അപ്പൊ ആദ്യം ഈ ഇനിക്വാളിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റീജിയൻ കണ്ടെത്തണം. ദാറ്റ് ഈസ് കോൾഡ് ഫീസിബിൾ റീജിയൻ. അപ്പൊ അതിനുവേണ്ടി ആദ്യം ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ കാണണം. അതിനുവേണ്ടി ഈ ഇനിക്വാളിറ്റി ഇക്വേഷൻ ആക്കി അതിന്റെ ഗ്രാഫ് വരയ്ക്കണം. 3x plus 4y equal to 60. 3x plus 4y equal to 60. ഇത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അതിന്റെ ഗ്രാഫ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. 2 ഡിസ്റ്റിങ്ക്ട് പോയിന്റ് കണ്ടെത്തണം മിനിമം ഗ്രാഫ് വരയ്ക്കാൻ. അപ്പൊ 3x plus 4y equal to 60. എക്സ് കോർഡിനേറ്റ് y കോർഡിനേറ്റ്. എക്സിന് 0 കൊടുത്താൽ 4y equal to 60. y equal to 60 by 4 15 എന്ന് കിട്ടും, 15. അടുത്ത് yക്ക് 0 കൊടുക്കുക. yക്ക് 0 കൊടുത്താൽ 3x equal to 60. x എന്ത് കിട്ടി? 20. നമ്മൾ റാൻഡമായിട്ട് 0 കൊടുക്കണമെന്നേ ഉള്ളൂ, ഏത് വാല്യൂ ആണോ കൊടുക്കാം. അടുത്ത ഇതേപോലെ x പ്ലസ് വൈ ഈക്വൽ ടു 10 എന്ന് എഴുതുക. അടുത്ത ഇനിക്വാളിറ്റി ഇക്വേഷൻ ആക്കി എഴുതുക. എക്സിന് 0 കൊടുത്താൽ y 10, അടുത്ത yക്ക് 0 കൊടുത്താൽ x 10. മൂന്നാമത്തെ ഇനിക്വാളിറ്റി ഈക്വൽ ടു എഴുതുമ്പോൾ x മൈനസ് 3y ഈക്വൽ ടു മൈനസ് 6. എക്സിന് 0 കൊടുത്താൽ മൈനസ് 3y ഈക്വൽ ടു മൈനസ് 6, അതായത് y ഈക്വൽ ടു 2 എന്ന് കിട്ടും. അടുത്ത yക്ക് 0 കൊടുത്താലോ x ഈക്വൽ ടു മൈനസ് 6 എന്ന് കിട്ടും. ഈ നെഗറ്റീവ് നമ്പറാണ് പല കുട്ടികൾക്കും പണി നൽകിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള നമ്പേഴ്സ് 0 മുതൽ 20 വരെ 15, 10, 2, 6. അപ്പൊ നമുക്ക് 1 സെന്റിമീറ്റർ എത്ര യൂണിറ്റ് കൊടുക്കാം? ചില കുട്ടികൾ 1 സെന്റിമീറ്റർ 2 യൂണിറ്റ് വെച്ച് കൊടുത്തവർ കാണും. ഞാനിവിടെ 3 യൂണിറ്റ്സ് വെച്ച് കൊടുക്കുന്നു. 1 സെന്റിമീറ്റർ 3, അപ്പൊ 3, 6, 9 അങ്ങനെ കൊടുത്തു. എക്സ് ആക്സ് y ആക്സിസിലും അതുപോലെ 3, 6, 9 അങ്ങനെ കൊടുത്തു. ഇനി ആദ്യത്തെ ലൈനിന്റെ ഗ്രാഫ് വരയ്ക്കുന്നതിന് വേണ്ടി പോയിന്റ് പ്ലോട്ട് ചെയ്യാം. x0 y 15. x0 y വാല്യൂ 15 കണ്ടോ, അത് അവിടെ പ്ലോട്ട് ചെയ്തു. അത് ഇൻറ്റു ഇട്ടു. അടുത്ത പോയിന്റ് എന്താണ്? x20 y0. എക്സ് ആക്സിസിൽ 20 അല്ലെ, 21 തൊട്ടിപ്പുറത്ത് എടുക്കുക 20. y വാല്യൂ എന്താണ്? 0. അപ്പൊ ഇതിവിടെ തരും, ഇൻറ്റു ഇടുക. രണ്ട് തമ്മിൽ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ ലൈനിന്റെ ഇക്വേഷൻ കിട്ടി. എന്താ? ലൈനിന്റെ ഗ്രാഫ് കിട്ടി. 3x plus 4y equal to 60. നമുക്ക് വേണ്ടത് 3x plus 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ. ആ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഒന്നുകിൽ ഈ ലൈനിന്റെ ലോവർ പോർഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അപ്പർ പോർഷൻ ആയിരിക്കും. നമ്മൾ ലൈനിന്റെ ലോവർ പോർഷൻ എന്ന് അസ്യൂം ചെയ്യുന്നു, അതായത് 0 ഒറിജിൻ ഇരിക്കുന്ന പോർഷൻ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് അങ്ങനെ അസ്യൂം ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ ഈ പോർഷനിലെ ഏത് പോയിന്റും ആ ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. 3x plus 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന ഇനിക്വാളിറ്റി ഈ താഴെയുള്ള എല്ലാ പോയിന്റും സാറ്റിസ്ഫൈ ചെയ്താൽ താഴോട്ടാണ് സൊല്യൂഷൻ. നമുക്ക് റാൻഡം ആയിട്ട് ഒരു പോയിന്റ് കൊടുക്കാം. 0, 0. എക്സിന് 0, വൈക്ക് 0 കൊടുത്താൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. 60-നേക്കാളും ചെറുതാണ് 0. അത് ശരിയെന്ന് കിട്ടി. അതുകൊണ്ട് ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ എങ്ങോട്ടാണ്? താഴോട്ടാണ്. നമ്മൾ പലപ്പോഴും ഷോർട്ട് പറയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ 0യുടെ ഭാഗത്തേക്ക് ആയിരിക്കും സൊല്യൂഷൻ എന്നുള്ളത്. അങ്ങനെ എഴുതാം. പക്ഷേ ചില സംഗതികൾ തെറ്റും, നെഗറ്റീവ് നമ്പർ വന്നാൽ തെറ്റും. അതാണ് ഇവിടെയും പ്രശ്നം. അപ്പോൾ ഇവിടെ പ്രശ്നമില്ല, താഴോട്ടാണെന്ന് ഉറപ്പിച്ചു. അടുത്ത ഇനിക്വാളിറ്റി എന്തായിരുന്നു? രണ്ടാമത്തെ ഇനിക്വാളിറ്റി എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പൊ അതിന്റെ ഗ്രാഫ് വരയ്ക്കണം. ആദ്യം x0 y 10. x0 y വാല്യൂ 10, 9 കഴിഞ്ഞിട്ട് ഇൻറ്റു ചെയ്യുക. അടുത്ത് x10 y0, ഇവിടെയും 10,0 എന്നിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ഇതിപ്പോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, അപ്പൊ 0യേക്കാളും വലുത് മേളിലോട്ടായിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. അടുത്ത മൂന്നാമത്തെ പ്ലോട്ട് ചെയ്യണം. x0 y2. x0 y വാല്യൂ 2, 3ന്റെ താഴെ കൊടുത്തു. അടുത്ത x വാല്യൂ -6, y വാല്യൂ 0. എക്സ് ആക്സിൽ -6 കണ്ടോ, ഇവിടെ കൊടുത്തു. y വാല്യൂ 0 അല്ല, ഇൻറ്റു ഇട്ടു. ഇതുമാണ് പോയിന്റ്. അത് കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കുക. അപ്പൊ ഇവിടെ ഇനിക്വാളിറ്റി എന്തായിരുന്നു? x മൈനസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു -6. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, അതുകൊണ്ട് താഴോട്ടൊന്ന് പേരും അസ്യൂം ചെയ്തു, വരച്ചു, തെറ്റി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പോസിറ്റീവ് ആണെങ്കിലാണ് ആ കണ്ടീഷൻ ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് പോലെ ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഒന്നുകിൽ ഈ ലൈനിന്റെ അപ്പർ പോർഷൻ അല്ലെങ്കിൽ ലോവർ പോർഷൻ. നമുക്ക് ലോവർ പോർഷൻ എന്ന് അസ്യൂം ചെയ്യാം, താഴോട്ടാണെന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ 0, 0 അതിനകത്ത് വരുന്ന ഒരു പോയിന്റ് അല്ലേ, അതെടുത്ത് നമ്മുടെ ഇനിക്വാളിറ്റി കൊടുക്കുക. എക്സിന് 0, വൈക്ക് 0. അപ്പൊ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -6.
-6 ചെറുതാണ് 0 എന്ന് കിട്ടി, വിച്ച് ഈസ് റോങ് അല്ലേ? അത് തെറ്റാണ്. ബാലയുടെ ഭാഷയിൽ പറഞ്ഞാൽ വിച്ച് ഈസ് റോങ് അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് x-3y <−6 എന്ന് പറയുന്ന ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ താഴോട്ട് എന്നുള്ളത് അസ്യൂം ചെയ്ത് തെറ്റാണ്. അപ്പൊ പിന്നെ എങ്ങോട്ടാണ്? മേളിലോട്ടാണ്. അപ്പോൾ ഈ ലൈനിന്റെ അല്ലെ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ മേളിലോട്ടാണ്. അപ്പോൾ ഈ 3 റീജിയനും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോർഷൻ കണ്ടെത്തണം. ഒരു കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ട്, x>0. നമ്മുടെ റീജിയൻ എന്താണ്? ഈ ഫസ്റ്റ് ഇങ്ങോട്ടായിരിക്കണം അല്ലെ? x>0. എക്സ് വാല്യൂ ഒരിക്കലും ലെഫ്റ്റിലോട്ട് വരാൻ പാടില്ല, 0 മുതൽ റൈറ്റ് സൈഡിലോട്ടായിരിക്കണം. അപ്പോൾ നോക്കിക്കോ, നമ്മുടെ സൊല്യൂഷൻ ഇതിന് മേളിലോട്ടായിരിക്കണം. അപ്പോൾ ഒരിക്കലും താഴോട്ടുള്ള പോർഷൻ വരത്തില്ല. അതുകൊണ്ട് ഈ ലൈനിന്റെ മേളിലോട്ടല്ലേ, അപ്പൊ ഈ പോർഷൻ വരില്ല, ഈ പോർഷൻ വരില്ല, ഈ പോർഷൻ വരില്ല എന്ന് ഉറപ്പിച്ചു. അടുത്ത് ഈ ലൈൻ സൂചിപ്പിക്കുന്നത് ഇപ്പുറത്തോട്ടാണ്, അപ്പൊ ലെഫ്റ്റ് സൈഡ്, അപ്പൊ ഈ റീജിയൻ വരില്ല, ഇങ്ങോട്ടാണ്. അടുത്ത് ഈ ലൈൻ സൂചിപ്പിക്കുന്ന താഴോട്ട്, അപ്പൊ പിന്നെ ഈ പോർഷൻ ഇല്ലേ ഉള്ളൂ. കോമൺ പോർഷൻ എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് പോർഷൻ ആണ്. ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ താഴോട്ട്, ഇത് മേളിലോട്ട്, അപ്പൊ ഈ റെസ്ട്രിക്ട് ചെയ്ത് ഇവിടെ അല്ലെ. അടുത്ത് ഈ പോർഷൻ വരത്തില്ല, കാരണം ഇത് അങ്ങോട്ട്. അപ്പോൾ ഈ ഷെയ്ഡഡ് പോർഷൻ ഈസ് ദ ഫീസിബിൾ റീജിയൻ. ABCD ഈസ് ദ ഫീസിബിൾ റീജിയൻ. കോർണർ പോയിന്റ്സ് ഏതൊക്കെയാണ്? കോർണർ പോയിന്റ് ഒന്ന് A, അത് 0,15, B 0,10. അതുപോലെ സിയും ഡിയും കണ്ടെത്തി ഓരോ കോർണർ പോയിന്റിലും നമ്മൾ എന്ത് കാണണം? ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കണ്ടെത്തണം. ആദ്യം A 0,15 z = എന്താണ്? 3x + 7y. എക്സിന് 0 കൊടുക്കുക, വൈക്ക് എന്ത് കൊടുക്കുക? 15 കൊടുക്കുക. 7 × 15 105. അടുത്ത B 0,10, അതിലൊന്നും പ്രശ്നമില്ല കേട്ടോ. 0,10 ഇവിടെ കൊടുക്കുമ്പോൾ x 0 y 7, y = 10 ആണ് അല്ലേ? 7 × 10 70. അടുത്ത പോയിന്റ് C. ആക്ച്വലി സി കാണണമെങ്കിൽ ഈ ഇക്വേഷനും അടുത്ത് എന്താണ് ഇത് ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്താൽ മതി. ഇവ തമ്മിൽ സോൾവ് ചെയ്യുമ്പോൾ എക്സിന്റെ ഒരു വാല്യൂ കിട്ടും. പക്ഷെ അതിന് പോകണ്ട, നമ്മൾ ഇവിടെ വെച്ച് സ്കെയിൽ കറക്റ്റ് ആയിട്ട് താഴോട്ട് പിടിക്കുക. താഴോട്ട് പിടിക്കുമ്പോൾ 6 എന്ന് കിട്ടും കേട്ടോ. ഇവിടെ വെച്ച് കറക്റ്റ് നോക്കിയാൽ കേട്ടോ 6 എന്ന് കിട്ടും. ഇവിടെ നോക്കുമ്പോൾ കറക്റ്റ് 4 എന്ന് കിട്ടും. അപ്പൊ 6,4 അതൊക്കെ വലിയ പ്രശ്നമാണ്, കാരണം ഒരു ആക്യുറേറ്റ് വാല്യൂ അല്ല വരുന്നത്, ഇവിടെ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ സോൾവ് ചെയ്യുന്നതാണ് സേഫ്. ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 6, വൈയുടെ വാല്യൂ 4. അപ്പൊ സി എന്ന് പറയുന്ന പോയിന്റ് 6,4 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എക്സിന് 6, വൈക്ക് 4 കൊടുക്കുമ്പോൾ 46. അടുത്ത ക്യാപിറ്റൽ ഡി, അതും ഇതേ വിഷയമാണ്. ഇവിടെ നിന്ന് നേരെ താഴോട്ട് പിടിച്ചാൽ 12 ഓക്കെയാണ്. അടുത്ത് ഇവിടെ നിന്ന് പിടിക്കുമ്പോൾ എന്ത് കിട്ടും? 6. അത് വലിയ കുഴപ്പമില്ലെന്നാണ്. അപ്പോൾ 12,6 അവിടെയും നമുക്ക് പ്രശ്നമാണെങ്കിൽ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്താണ് ഈ ലൈൻ എന്താണ് 3x + 4y = 60യും അടുത്ത് ഈ ലൈൻ ഇതും തമ്മിൽ സോൾവ് ചെയ്യണം. അപ്പോൾ 12,6 എന്ന് കിട്ടി. എക്സിന് 12, വൈക്ക് 6 കൊടുത്തപ്പോൾ എന്ത് കിട്ടി? 78. ഈ കിട്ടിയതിൽ മാക്സിമം വാല്യൂ എത്രയാണ്? 105. അറ്റ് ഏത് പോയിന്റ് ആണ്? 0,15. ഇനി മിനിമം ആണ് ചോദിച്ചെങ്കിൽ ആൻസർ എന്താണ്? 46 എന്ന് എഴുതാം. സോ ഇത്രയുമാണ് ഈ വർഷത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിയത്. പല വിദ്യാർത്ഥികളും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു എങ്കിലും ഒരുവിധം പഠിച്ച കുട്ടികൾക്ക് ഫുള്ള് വാങ്ങിക്കാൻ പറ്റിയില്ല എങ്കിലും 58 വരെയൊക്കെ സ്കോർ ചെയ്യാൻ സാധിക്കും. 1-2 സബ് ക്വസ്റ്റ്യൻസ് ആണ് പ്രശ്നം. ഇക്വലൻസ് ക്ലാസ്, ലോക്കൽ മാക്സിമം ഓഫ് mod x - 2, അതൊക്കെ കാര്യം മനസ്സിലാക്കി പഠിച്ച കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്കിലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പബ്ലിക് എക്സാമിനേഷന് കുറച്ചുകൂടെ തയ്യാറെടുക്കാൻ നമുക്ക് സമയമുണ്ട്. ആ സമയം ഫലപ്രദമായി വിനിയോഗിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാം, അല്ലെങ്കിൽ മിനിമം A+ സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.